ഈ ചൈതന്യ ചരിതാമൃത. ഹരേ കൃഷ്ണ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യ ഈശ്വരം. ഹരി ഓം തത്സത്. കഥാഞ്ജന സ്മൃതേ യസ്മിൻ ദുഷ്കരം സുഖരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീ ചൈതന്യം നമാമിതം. ഹരേ കൃഷ്ണ. സോ നമ്മള് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ചൈതന്യ ചരിതാമൃത ആദിലീല അധ്യായം 3 89ാമത് ശ്ലോകമാണ്. ഹരേ കൃഷ്ണ. സോ 89ാമത്തെ ശ്ലോകത്തില് ഒരു പാരഗ്രാഫ് വരെ വായിച്ചു. നമുക്ക് രണ്ടാമത്തെ പാരഗ്രാഫ് മുതൽ നോക്കാം. ഹരേ കൃഷ്ണ. സോ അതിനു മുൻപ് നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം, എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് നമുക്ക് പോകാം. ഹരേ കൃഷ്ണ. സോ ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 3 89. ഉല്ലംഘിത ത്രിവിധ സീമ സമാതിശൈ സംഭാവനം തവ പരിവൃഢിമസ്വഭാവം മായാബലേന ഭവതാപി നിഗുഹ്യമാനം പശ്യന്തി കേചിദനിശം ത്വനന്യഭാവാഃ. വിവർത്തനം. അല്ലയോ ഭഗവാനെ, ഭൗതിക ലോകത്തിൽ സർവവും സ്ഥലകാല ചിന്തകളുടെ പരിമിതിക്കുള്ളിലാണ്. എന്നാൽ സർവാതിശയായിയായ അങ്ങയുടെ അതീന്ദ്രിയ ഗുണങ്ങൾ സീമാതീതമാണ്. ചിലപ്പോൾ അങ്ങയുടെ ഈ സവിശേഷതകൾ സ്വശക്തിയാൽ അങ്ങുതന്നെ ആവരണം ചെയ്യുന്നു. എന്നിരുന്നാലും അങ്ങയുടെ അനന്യഭക്തർക്ക് എല്ലായ്പ്പോഴും അങ്ങയെ കാണാൻ കഴിയുന്നു. ശിലപ്രഭുപാദയുടെ ഭാവാർത്ഥം. ഒന്നാമത്തെ പാരഗ്രാഫ് വായിച്ചു, ഞാനതുകൊണ്ട് അത് വായിക്കുന്നില്ല. രണ്ടാമത്തെ പാരഗ്രാഫ് മുതൽ നമ്മൾ വായിച്ചു തുടങ്ങുകയാണ്. സൂര്യൻ മേഘത്താൽ ആവരണം ചെയ്യപ്പെട്ടതുപോലെ കാണപ്പെട്ടേക്കാം. പക്ഷേ വാസ്തവത്തിൽ മേഘങ്ങൾക്ക് താഴെയുള്ള നിസാരരായ ആളുകളുടെ കണ്ണുകളാൽ മറയ്ക്കപ്പെടുന്നത് സൂര്യനല്ല. ആ നിസാര ജനങ്ങൾ ഒരു വിമാനത്തിൽ മേഘത്തിന്റെ മുകളിലേക്ക് ഉയരുന്ന പക്ഷം അവർക്കും സൂര്യപ്രകാശത്തെയും സൂര്യനെയും തടസ്സം കൂടാതെ കാണാൻ കഴിയും. അതുപോലെ മായയുടെ ആവരണം വളരെ ശക്തമാണെങ്കിലും കൃഷ്ണൻ ഭഗവത്ഗീതയിൽ 7-ാം അധ്യായത്തിൽ 14 പറയുന്നു, ദൈവിഹേഷ ഗുണമയി മമമായ ദുരത്യയ മാമേ വയേ പ്രപദ്യന്തേ മായാമേതാം തരന്തിത്തെ. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അടങ്ങുന്ന എന്റെ ഈ ദിവ്യശക്തിയെ മറികടക്കുക ദുഷ്കരമാണ്. പക്ഷെ എനിക്ക് ആത്മസമർപ്പണം ചെയ്തവർക്ക് അതിനെ നിഷ്പ്രയാസം തരണം ചെയ്യാൻ കഴിയും. മായാശക്തിയുടെ സ്വാധീനത്തെ തരണം ചെയ്യാൻ അത്യന്തം പ്രയാസമാണ്. പക്ഷെ ഭഗവത് പാദങ്ങളിൽ മുറുകെ പിടിക്കാൻ ദൃഢനിശ്ചയമെടുത്തവർ മായയുടെ ബന്ധത്തിൽ നിന്ന് മുക്തരാകുന്നു. അതുകൊണ്ട് പരിശുദ്ധ ഭക്തന്മാർക്ക് ഭഗവാനെ അറിയാൻ കഴിയുന്നു. പക്ഷെ അനേകം വേദശാസ്ത്രങ്ങളും അവിടുത്തെ അലൗകിക കർമ്മങ്ങളും കണ്ടാലും അസുരന്മാർക്ക് തങ്ങളുടെ ദുഷ്കൃതിയുടെ ഫലമായി ഭഗവാനെ അറിയാൻ കഴിയുകയില്ല. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. സോ ഇത് വളരെ മനോഹരമായ ഒരു ശ്ലോകമാണ്. ഈ ശ്ലോകം ഇവിടെ ഭാവാർത്ഥത്തില് ഒന്നാമത്തെ പാരഗ്രാഫിൽ തന്നെ ചില പ്രഭുപാദ് പറയുന്നുണ്ട്. ഈ ശ്ലോകവും യമുനാചാര്യന്റെ രത്നത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അതായത് സ്തോത്രരത്നത്തിലെ 13ാമത്തെ ശ്ലോകമാണ് ഇത് എന്ന് ചില പ്രഭുപാദ് പറയുന്നു. കാരണം ഇതിന് മുൻപിലത്തെ ശ്ലോകവും ആ സ്തോത്രരത്നത്തിൽ നിന്ന്, യമുനാചാര്യരുടെ സ്തോത്രരത്നം എന്ന് പറയുന്ന മഹാഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. സോ ഇതിൽ പറയുന്നത്, സോ നമുക്ക് ആക്ച്വലി യമുനാചാര്യനെ കുറിച്ചിട്ട് നമുക്ക് ജസ്റ്റ് കുറച്ച് സംസാരിക്കാൻ. അദ്ദേഹത്തിന്റെ
കുറച്ച് കഥ എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. എന്താണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്? സോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ചൈതന്യ ചരിതാമൃതത്തിലെ ഈ ഭാഗം എന്ന് പറയുന്നത് കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി നമുക്ക് മുൻപിൽ ഈ പ്രസന്റ് ചെയ്തിരിക്കുന്നത് വിശ്വസ്തരെയും വിശ്വാസമുള്ളവരെയും വിശ്വാസമില്ലാത്തവരെയും അല്ലെങ്കിൽ ഭഗവാനില് ഉറച്ചു വിശ്വസിക്കുന്നവരെയും അല്ലാത്തവരെയും കുറിച്ചുള്ള കുറച്ച് വിവരണങ്ങളാണ് ഈ ഇപ്പോൾ കാണുന്ന ശ്ലോകങ്ങളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 84 മുതൽ 91 വരെയുള്ള ശ്ലോകങ്ങളിൽ ബിലീവേഴ്സിനെയും നോൺ ബിലീവേഴ്സിനെയും കുറിച്ച് കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച്, അപ്പൊ അവർക്ക് എങ്ങനെയാണ് ഭഗവാൻ പ്രാപ്യനാകുന്നത് എന്നതിനെ കുറിച്ചും പറയുന്നത്. അപ്പൊ ഈ ശ്ലോകം പറയുന്നത് അതിനെക്കുറിച്ചിട്ടാണ്. അപ്പൊ വിവർത്തനം ഒന്നുകൂടെ വായിക്കുകയാണ്. അല്ലയോ ഭഗവാനെ, ഭൗതിക ലോകത്തിൽ സർവവും സ്ഥലകാല ചിന്തകളുടെ പരിധിക്കുള്ളിലാണ്. സ്ഥലകാല ചിന്തകളുടെ പരിധിക്ക് ഉള്ളിലാണ് ഈ ഭൗതിക ലോകത്തിലുള്ളത്. എന്നാൽ സർവാതിശായിയായ അങ്ങയുടെ അതീന്ദ്രിയ ഗുണങ്ങൾ സീമാതീതമാണ്. ചിലപ്പോൾ അങ്ങയുടെ ഈ സവിശേഷതകൾ സ്വശക്തിയാൽ അങ്ങ് തന്നെ ആവരണം ചെയ്യുന്നു. സോ അതാണ് ഇപ്പോൾ ഇവിടെ ശ്രീല പ്രഭുപാദ് 7-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകം ഭഗവത്ഗീതയിൽ നിന്ന് അദ്ദേഹം കോട്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? ദൈവിഹേഷ ഗുണമയി മമമായ ദുരത്യയ. സോ എൻ്റെ ഈ 3 ഗുണങ്ങൾ അടങ്ങിയ എൻ്റെ ഈ ഭൗതിക ലോകം, അല്ലെങ്കിൽ ഭൗതിക ലോകത്തിലെ 3 ഗുണങ്ങൾ, സപ്ത രജസ് തമോ ഗുണങ്ങൾ അടങ്ങുന്ന ഈ 3 ലോകത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് വെളിയിൽ പോകുന്നത് അതിദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ ദുഷ്കരമാണ്. വളരെ മറികടക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ്. പക്ഷേ മാമേ വയേ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ. സോ എങ്ങനെയാണ് അതിനെ തരണം ചെയ്യാൻ സാധിക്കുന്നത് എന്നതും ഭഗവാൻ വളരെ സ്പഷ്ടമായിട്ട് ആ ശ്ലോകത്തിൽ പറയുന്നത്. എന്താണ് പറയുന്നത്? പക്ഷെ എനിക്ക് ആത്മസമർപ്പണം ചെയ്തവർക്ക് അതിനെ നിഷ്പ്രയാസം തരണം ചെയ്യാൻ കഴിയും. സോ ഭഗവാനെ അതിലേക്ക് തരണം ചെയ്യാനായിട്ട് ആർക്കാണ് സാധിക്കുന്നത് എന്നാണ് പറയുന്നത്? ആരാണോ ഭഗവാനിൽ പൂർണ്ണമായി ശരണം പ്രാപിച്ചിരിക്കുന്നത്, ആരാണോ ഭഗവാനെ പൂർണ്ണമായി ശരണം പ്രാപിച്ചിരിക്കുന്നത് അവർക്ക് വളരെ ഈസി ആയിട്ട് ഈ ഭൗതിക ലോകത്തിനെ തരണം ചെയ്യാൻ സാധിക്കും എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. സോ ഭഗവാനിൽ ശരണം പ്രാപിച്ചവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് വളരെ നിഷ്പ്രയാസം തരണം ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അവർക്ക് വേണ്ടിയിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഭൗതിക ലോകം എന്ന് പറയുന്ന ഒരു പ്രശ്നമേ അല്ല. അതിനെ വളരെ ക്ലിയർ ആയിട്ട് അതിൽ നിന്ന് അവർക്ക് തരണം ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നു. സോ ശ്രീമദ് ഭാഗവത്തില് 10-ാമത്തെ സ്കന്ധത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 58-ാമത് ശ്ലോകത്തില് പറയുന്നുണ്ട്, സമാശ്രിതയെ പാദവല്ലവപ്ലവം മഹത് പദം പുണ്യ യശോ മുരാരേ ഭവാംബുദിർ വത്സ പദം പദം പരം പദം പരം പദം 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 യദ് വിപതം നതേഷാം. സോ ആരാണോ ഭഗവാന്റെ ആ പാദാരവിന്ദങ്ങളിൽ, അതായത് സമാശ്രിത യേ പാദ പല്ലവ പ്ലവം. സോ ഫോർ ദോസ് ഹു ഹാവ് അക്സെപ്റ്റഡ് ദ ബോട്ട് of the lotus feet of the Lord, who is the shelter of the cosmic manifestation and is famous as Murari, the enemy of the Muradaman. The ocean of the material world is like the water contained in a calf hoof print. Their goal is Parampadam, Vaikuntha, the place where there is no material miseries, not the place where there is danger at every step. So ഈ ഭൗതിക ലോകത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഓരോ സ്റ്റെപ്പിൽ ഡേഞ്ചർ ആണ്. ഓരോ സ്റ്റെപ്പിലും നമുക്ക് ഡേഞ്ചർ. പദം പദം യത് വിപതം നതേഷാം. സോ എവറി സ്റ്റെപ്പ് ദേർ ഇസ് എ ഡേഞ്ചർ. പക്ഷേ ഈ ഒരു വലിയ സംസാര സാഗരമാണ്. നമ്മളെല്ലാവരും ഈ വസിക്കുന്ന ഈ ഒരു ഭൗതിക പ്രപഞ്ചം എന്ന് പറയുന്ന ഭവമഹാസമുദ്രമാണ്. സോ ആ സമുദ്രത്തിനെ, വളരെ വിശാലമായ സമുദ്രത്തിനെ മറികടക്കുക എന്ന് പറയുന്നത് വളരെ ക്ലേശകരമായ ഒരു കാര്യമാണ്. പക്ഷേ ആരാണോ, so for those who have accepted the boat of the lotus feet of the Lord, who is the shelter of the cosmic manifestation and is known as and is famous as Murari എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന ആ സാക്ഷാൽ ഭഗവാന്റെ പാദങ്ങളെ, അല്ലെങ്കിൽ പാദമാകുന്ന ആ ബോട്ടിനെ ശരണം പ്രാപിച്ചവർക്ക് ഈ പറഞ്ഞ സംസാര സാഗരം എന്ന് പറയുന്ന
ഇത്രയും മഹാസമുദ്രം അതിനെ മറികടക്കുന്നത് ഒരു ചെറിയ പശുക്കുട്ടിയുടെ കുളമ്പടി കൊണ്ടുണ്ടാകുന്ന കുഴിയിലെ ജലം പോലെ നിസാരമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ മഹാസമുദ്രമാണത്. പക്ഷെ ഭഗവാന്റെ പാതാരവിന്ദമാകുന്ന ആ ബോട്ടിനെ ശരണം പ്രാപിച്ചവർക്ക് ഇറ്റ്സ് ലൈക്ക് എ വാട്ടർ ഇൻ ദ ഹൂഫ് പ്രിന്റ് ഓഫ് എ കാഫ്. പശു എന്നുമല്ല, പശുക്കുട്ടിയുടെ കാൽ കുളമ്പടി കൊണ്ടുണ്ടാകുന്ന ആ കുഴിയിലെ ജലം പോലെ വളരെ ചെറുതായി മാറും അത്ര വലിയ സംസാര സാഗരം. സോ അതാണ് ഭഗവാന്റെ സവിശേഷത. അതാണ് ദേവി ഹേഷ ഗുണമയി മമ മായാ ദുരത്യയ മാമേ വയേ പ്രവദ്യന്തേ മായാമേതാം തരന്തിതേ. വളരെ ഈസി ആയിട്ട് ആരാണോ ഭഗവാനെ ശരണം പ്രാപിച്ച ശ്രീമദ് ഭഗവത്ഗീതയും ഭാഗവതവും അത് തന്നെ നമുക്ക് കൺഫേം ചെയ്ത് തരുന്നുണ്ട്. സോ അത് എങ്ങനെ പദം പദം യത് വിപദം നതേഷാം, ഓരോ സ്റ്റെപ്പിലും ഇവിടെ ഡേഞ്ചർ ആണ്. എങ്കിലും അപ്പം എന്താണ് ഈ നമ്മുടെ ഈ പ്രപഞ്ചത്തിനെ ഭവ മഹാ സമുദ്രം അല്ലെങ്കിൽ ഭൗതിക പ്രപഞ്ച എന്താണ് ഭവസാഗരം, ഈ ഭൗതിക പ്രപഞ്ചത്തിനെ ഭവസാഗരം എന്നാണ് പറയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഭവസാഗരം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? എന്താണ് ഭവ എന്ന വാക്കിനർത്ഥം? ആർക്കെങ്കിലും പറയാമോ? എന്താണ് ഭവ എന്ന വാക്കിനർത്ഥം എന്താണ്? എനിവൺ ക്യാൻ സേ? അല്ലെങ്കിൽ ഭവ പറഞ്ഞിട്ടെ. ഹരേ കൃഷ്ണ പ്രഭുജി. പറഞ്ഞിട്ടോ. എന്ത് സംഭവിക്കുമെന്ന് ഉറപ്പില്ലാത്ത സാഗരം. വെരി ഗുഡ് മാതാജി. നമ്മുടെ ക്ലാസ് കേട്ട് വളരെ ക്ലിയർ ആയിട്ട് ആൻസർ പറഞ്ഞു. വളരെ കറക്റ്റ്. സോ അതായത് നമ്മള് ഇപ്പൊ നമ്മള് ആർക്കെങ്കിലും നമ്മൾ വിഷ് ചെയ്യുകയാണെങ്കിൽ ആയുഷ്മാൻ ഭവ അല്ലെങ്കിൽ സൗഭാഗ്യവതി ഭവ എന്നാണ് നമ്മൾ അനുഗ്രഹിക്കുന്നത്, അല്ലെ? ആചാര്യന്മാരെ നമ്മൾ ഭഗവത്ഗീത മഹാഭാരതമൊക്കെ സീരിയൽ കാണുമ്പോൾ ആരെങ്കിലും ആചാര്യന്മാരെ പോയി അല്ലെങ്കിൽ മുതിർന്നവരെ പോയി നമസ്കരിക്കുമ്പോൾ അവർ പറയും ആയുഷ്മാൻ ഭവ, സൗഭാഗ്യവതി ഭവ അല്ലെങ്കിൽ പുത്രവതി ഭവ. അപ്പൊ അങ്ങനെ പറയുന്നത് മുൻപില് അല്ലെങ്കിൽ വരാനിരിക്കുന്നത് ഒന്നും ഉറപ്പല്ല, അല്ലെങ്കിൽ ഒരിക്കലും കൺഫേംഡ് അല്ല. അങ്ങനെ ഉള്ളതിന് അവര് ഒരു ആശീർവാദം അല്ലെങ്കിൽ അനുഗ്രഹം നൽകുകയാണ്, അങ്ങനെ ആയിത്തീരട്ടെ. അതായത് കടല് ഭവസാഗരം എന്ന് പറയാൻ കാരണം കടലിലെ തിരമാലകൾ ഒരിക്കലും ഒരുപോലെയല്ല വരുന്നത്. ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്ന ആ തിരമാല എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ളതല്ല. അത് പല രീതിയിൽ മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ സംസാര സാഗരം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭൗതിക ലോകം, ഭൗതിക പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളും ഒന്നും കൺഫേംഡ് അല്ല. നത്തിങ് ഈസ് കൺഫേംഡ് ഇൻ ദിസ്, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഈസ് നോട്ട് കൺഫേംഡ്, ഫ്യൂച്ചർ ഈസ് അൺസർട്ടൺ. സോ അൺസർട്ടൺ ആയിട്ടുള്ളതിനെയാണ് ഭവ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭവസാഗരം എന്ന് ഈ പ്രപഞ്ചത്തിനെ പറയാൻ കാരണം. ഭവസാഗരം എന്ന് പറയുന്നത് നത്തിങ് ഈസ് സർട്ടൺ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ്. അതുകൊണ്ടാണ് അതിനെ. ആ ഭവസാഗരത്തില് നമ്മൾ ഈ കടന്ന് കറങ്ങുമ്പോൾ അല്ലെങ്കിൽ കഷ്ടപ്പെടുമ്പോൾ ഭഗവാന്റെ പാതാരവിന്ദമാകുന്ന ആ ബോട്ട് മാത്രമാണ് നമുക്ക് ശരണം. ആ ബോട്ടിൽ ശരണം പ്രാപിച്ചിരിക്കുന്നവന് ഈ ഭവസാഗരം അല്ലെങ്കിൽ സംസാര സാഗരം ഇത്രയും വലിയൊരു സാഗരമാണ് എങ്കിൽ പോലും അതൊരു പശുക്കുളം അല്ലെങ്കിൽ ഇത് പശുക്കിടാവിന്റെ കുളമ്പടി കൊണ്ട് ഉണ്ടാകുന്ന കുഴിയിലെ ജലം പോലെ ചെറുതായി തോന്നും, അനുഭവപ്പെടും എന്നാണ് പറയുന്നത്. സോ ഇവിടെ ശ്രീല പ്രഭുപാദ് പറയുന്നത് സൂര്യൻ മേഘത്താൽ ആവരണം ചെയ്യപ്പെട്ടതുപോലെ കാണപ്പെട്ടേക്കാം. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഇപ്പൊ പ്രത്യേകിച്ച് മഴക്കാലമാണ്. ഇപ്പൊ കാർമേഘം സൂര്യനെ മറയ്ക്കുന്നതായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ സൂര്യനെ യഥാർത്ഥത്തിൽ മഴക്കാറിന് മറയ്ക്കാൻ സാധിക്കും? അതിനുള്ള ശക്തിയുണ്ടോ? ഇല്ല. പക്ഷെ നമ്മളുടെ ദൃഷ്ടിയിൽ അത് മറഞ്ഞതായിട്ട് നമുക്ക് അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആ കാർമേഘത്തിന് മുകളിൽ പോവുകയാണെങ്കിൽ, ശ്രീ പ്രഭുപാദ് എക്സാമ്പിൾ പറയുന്ന ഒരു ഫ്ലൈറ്റിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കാർമേഘത്തിന് മുകളിൽ കൂടെ അദ്ദേഹം സഞ്ചരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് സൂര്യനെ ഈസി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ അങ്ങനെ ആ നിസാര ജനങ്ങൾ ഒരു വിമാനത്തിൽ മേഘത്തിന് മുകളിലേക്ക് ഉയരുന്ന പക്ഷം അവർക്കും സൂര്യപ്രകാശത്തെയും സൂര്യനെയും തടസ്സം കൂടാതെ കാണാൻ കഴിയും. അതുപോലെ മായയുടെ ആവരണം വളരെ ശക്തമാണെങ്കിലും ഭഗവാനെ കാണാൻ സാധിക്കുന്നത് ഭഗവാന്റെ ആ അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് ഈ യമുനാചാര്യൻ പറയുന്ന ആ ശ്ലോകത്തിൽ അത് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു. ചിലപ്പോൾ അങ്ങയുടെ ഈ സവിശേഷതകൾ സ്വശക്തിയാൽ അങ്ങ് തന്നെ ആവരണം ചെയ്യുന്നു. ഭഗവാൻ തന്നെ തന്റെ ശക്തിയെ ആവരണം ചെയ്യുക. അതുകൊണ്ടാണ്
ഈശോപനിഷത്തില് 15-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കുകയാണ്, ഹിരൺമയേന പാത്രേണ സാഭിഹിതാമുഖം തത്വം പൂഷൻ അപാവൃണു സത്യധർമായ ദൃശ്യതേ. ഭഗവാനെ, അങ്ങയുടെ ഈ ആവരണം ഒന്ന് മാറ്റി തന്നാട്ടെ. ഓ മൈ ലോർഡ്, സസ്റ്റൈനർ ഓഫ് ഓൾ ദാറ്റ് ലിവ്സ്, യുവർ റിയൽ ഫേസ് ഈസ് കവേർഡ് ബൈ യുവർ ഡാസ്ലിംഗ് ഇഫൾജൻസ്. സോ ആ ബ്രഹ്മജ്യോതിസ് കൊണ്ട് അങ്ങയുടെ യഥാർത്ഥ മുഖത്തിനെ മറച്ചു വെച്ചിരിക്കുകയാണ്. സോ അങ്ങനെ ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ട് പറയുകയാണ്, അങ്ങയുടെ മുഖം അങ്ങയുടെ തന്നെ ശക്തി. അതാണ് യമുനാചാര്യൻ ഇവിടെ പറയുന്നത്. അപ്പം ഇവിടെ യമുനാചാര്യൻ പറയുന്നതാണ്, ചിലപ്പോൾ അങ്ങയുടെ ഈ സവിശേഷത സ്വശക്തിയാൽ അങ്ങ് തന്നെ ആവരണം ചെയ്യുന്നു. അത് തന്നെ ഈശോപനിഷത്തിൽ പറയുന്നു, ഓ ലോർഡ്, സസ്റ്റൈനർ ഓഫ് ഓൾ ദാറ്റ് ലിവ്സ്, യുവർ റിയൽ ഫേസ് ഈസ് കവേർഡ് ബൈ യുവർ ഡാസ്ലിംഗ് എഫൾജൻസ്. അങ്ങയുടെ തന്നെ ആ ജ്യോതിസ്, ആ പ്രകാശം കൊണ്ട് അങ്ങയുടെ തന്നെ മുഖം കവർ ചെയ്തിരിക്കുന്നു. കൈൻഡ്ലി റിമൂവ് ദാറ്റ് കവറിംഗ് ആൻഡ് എക്സിബിറ്റ് യുവർ സെൽഫ് ടു യുവർ പ്യുവർ ഡിവോട്ടീസ്. അങ്ങ് ദയവ് ചെയ്ത ആ ആവരണത്തിനെ മാറ്റി അങ്ങയുടെ പ്രിയ ഭക്തർക്ക് ആ ദർശനം നൽകിയാലും, യഥാർത്ഥമായ അങ്ങയുടെ രൂപത്തിന്റെ ദർശനം നൽകിയാലും എന്ന് ഈശോപനിഷത്തില് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. സോ ഇത് ഇത്ര മനോഹരമായിട്ട് ഈ യമുനാചാര്യൻ അതിനെക്കുറിച്ച് പറയുന്നു. അപ്പൊ ആവരണം ചെയ്യുന്നു, എന്നിരുന്നാലും അങ്ങയുടെ അന്യഭക്തർക്ക് എല്ലായ്പ്പോഴും അങ്ങയെ കാണാൻ കഴിയുന്നു. സോ അതാണ് അതിന്റെ ബ്യൂട്ടി. സോ എന്താണ് യമുനാചാര്യൻ പറയുന്നത്? അങ്ങയുടെ തന്നെ ശക്തി കൊണ്ട് അങ്ങ് കവർ ചെയ്താൽ അങ്ങയുടെ ഭക്തന്, അതാണ് ഭഗവത്ഗീതയിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആരാണോ ശ്രീമദ് ഭാഗവത്തിലും പറയുന്നു, ഈശോപനിഷത്തിലും അത് തന്നെ പറയുന്നു, അങ്ങയുടെ ഭക്തന്മാർക്ക്, അല്ലെങ്കിൽ ഭഗവാന്റെ പാതാരവിന്ദമാകുന്ന ആ ബോട്ടിനെ ശരണം പ്രാപിച്ചവന് ആ ദർശനം വളരെ സ്പഷ്ടമായിട്ട് കിട്ടാൻ സാധിക്കുമെന്ന്. സോ ഇപ്പൊ യമുനാചാര്യൻ എഴുതിയിരിക്കുന്ന ഈ ഒരു സ്തോത്രരത്നം എന്ന് പറയുന്ന മഹത് ഗ്രന്ഥം, അദ്ദേഹം 65 സ്തോത്രങ്ങൾ അടങ്ങിയ, അല്ലെങ്കിൽ 65 ശ്ലോകങ്ങൾ അടങ്ങിയ ഈ ഒരു ഗ്രന്ഥമാണ് ശ്രീ യമുനാചാര്യൻ എഴുതിയിരിക്കുന്നത്. സോ യമുനാചാര്യനെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ആരാണ് യമുനാചാര്യൻ? അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, അദ്ദേഹം പഠിപ്പിച്ചത് നമ്മൾ വായിക്കുന്ന സമയത്ത് അദ്ദേഹം ആരാണെന്ന് കൂടി അറിയണം. സോ യമുനാചാര്യന്റെ കുഞ്ഞുനാളിലെ 5 വയസ്സ്, യമുനാചാര്യന്റെ വളരെ മനോഹരമായ ഒരു പാസ്റ്റേമാണ്. അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനായിട്ട് നമുക്ക് മുമ്പിൽ കാണാൻ സാധിക്കുന്നത്. എത്ര പേർക്ക് അറിയാം യമുനാചാര്യനെ കുറിച്ചുള്ള കഥ? ഹരേ കൃഷ്ണ. എത്ര പേർക്ക് അറിയാം യമുനാചാര്യനെ കുറിച്ചുള്ള കഥകൾ? കൈകൾ ഒന്ന് ഉയർത്തുകയാണെങ്കിൽ നല്ലതായിരിക്കും. എനിക്ക് അറിയില്ല പ്രഭു. ആരാണ് എനിക്ക് എന്ന് പറയുമ്പോൾ ആരാണത്? ആരാണ് പറഞ്ഞത്? രോഹിണി മാതാജി. രോഹിണി മാതാജി. ഓക്കെ, രോഹിണി സേവപ്രണ മാതാജി. ഓക്കെ, വേറെ ആർക്കെങ്കിലും അറിയാമോ? ശരി, ഓക്കെ, നോ പ്രോബ്ലം. നമുക്ക് യമുനാചാര്യനെ കുറിച്ചിട്ട് ഇന്ന് ബാക്കിയുള്ള സമയം നമുക്ക് അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായ ആ കഥയൊന്ന് കേൾക്കാം. അദ്ദേഹം കുഞ്ഞുനാളിലെ പഴയ കാലത്ത്, അതായത് യമുനാചാര്യൻ എന്ന് പറയുന്നത് രാമാനുജാചാര്യന്റെ ഗുരു ആയിട്ട് രാമാനുജാചാര്യൻ കൺസിഡർ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു യമുനാചാര്യൻ. ഗുരു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാവണം. രാജാവ് അവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ടാവണം, അതെല്ലാം. പക്ഷെ യമുനാചാര്യൻ രാമാനുജാചാര്യനെ കണ്ടിട്ടുണ്ട്. പക്ഷെ രാമാനുജാചാര്യൻ യമുനാചാര്യനെ കണ്ടിട്ടില്ല. കാരണം യമുനാചാര്യന് വളരെ മുൻപ് തന്നെ അറിയാമായിരുന്നു, അദ്ദേഹത്തിന് ശേഷം ശ്രീ വൈഷ്ണവ സമ്പ്രദായത്തിനെ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റിയ വ്യക്തി വരാനിരിക്കുന്നത് രാമാനുജാചാര്യന്റെ ജനനത്തിന് മുൻപ് തന്നെ. സോ ഐ എം ടോക്കിംഗ് അബൌട്ട് അറൗണ്ട് 1100 years ബിഫോർ. 1100 വർഷങ്ങളോളം ആയ സംഭവമാണ് നമ്മൾ പറയുന്നത്. രാമാനുജാചാര്യൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ യമുനാചാര്യൻ അറിയാമായിരുന്നു, രാമാനുജൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ജനിക്കും. അത് ഭഗവാന്റെ ശക്തി തന്നെയാണ്, ഭഗവാന്റെ ശക്തിയോടുകൂടി തന്നെ വരുന്നതാണ്. ഈ ശ്രീ വൈഷ്ണവിസത്തിനെ ഒരു വലിയൊരു ഉയർന്ന തലങ്ങളിലേക്ക് ഉയർത്താൻ കഴിവുള്ള വ്യക്തിയാണ് എന്നൊക്കെ രാമാനുജാചാര്യനെ കുറിച്ച് അറിയാമായിരുന്നു. എന്ന് മാത്രമല്ല, രാമാനുജാചാര്യന്റെ ഒരു ബിംബം, ഒരു വിഗ്രഹം യമുനാചാര്യൻ ഉണ്ടാക്കി വെച്ചിരുന്നു. അദ്ദേഹം ഇങ്ങനെയായിരിക്കും കാണാൻ എന്ന് വരെ പ്രെഡിക്റ്റ് ചെയ്ത ഒരു മഹാനായ വ്യക്തിയായിരുന്നു യമുനാചാര്യൻ.
സോ ആ യമുനാചാര്യൻ എങ്ങനെ യമുനാചാര്യന്റെ ലെവലിലേക്ക് എത്തി, അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു ലൈഫ് ലോങ് ഹിസ്റ്ററി പാസ്റ്റ് ടൈം ഉണ്ട്. അദ്ദേഹം 5 വയസ്സുള്ള സമയത്ത് അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹത്തിനെ ഒരു ഗുരുകുലത്തിൽ കൊണ്ടു ചേർത്ത് ആ ഗുരുകുലത്തില് അങ്ങനെ അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വളരെ ബുദ്ധിമാനും വളരെ സ്കോളർലി ആയിരുന്നു. വേദശാസ്ത്രങ്ങളൊക്കെ അരച്ച് കലക്കി കുടിച്ച പോലെയായിരുന്നു. 5-7 വയസ്സാകുന്ന ആ സമയത്ത് അവിടുത്തെ രാജാവ് അവിടുത്തെ ടാക്സ് കളക്ഷൻ വളരെ സ്ട്രിക്റ്റ് ആക്കി. അതായത് ടാക്സ് കൊടുക്കാതെ ആർക്കും, അത് രാജ്യത്തിന്റെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആണ്. അപ്പോൾ ഒരു ടാക്സ് കളക്ഷൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ആക്കി. അപ്പൊ അങ്ങനെ ആക്കിയപ്പോൾ എന്തായി, പല ആൾക്കാർ കൊടുക്കാത്തവരുണ്ട്. അങ്ങനെ കൊടുക്കാത്തവർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പ്രത്യേക ഒരു സിസ്റ്റം ഉണ്ടാക്കി. അവിടെ രാജ സദസ്സില് ഒരു ദ്വിഗ്വിജയി ഉണ്ട്. ദ്വിഗ്വിജയ് എന്ന് പറഞ്ഞാൽ വളരെ സ്കോളർലി ആയിട്ടുള്ള ആള്. അവരുമായിട്ട് ഓരോരുത്തരുമായിട്ട് ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് അവര് വേദിക് സിസ്റ്റത്തിലുള്ള ആർഗ്യുമെന്റിൽ ഏർപ്പെടും. അങ്ങനെ ആർഗ്യുമെന്റിൽ ഒരു മിനിറ്റ് ജസ്റ്റ് ഹരേ കൃഷ്ണ. സോറി, ചെറിയ ഡിസ്റ്റർബൻസ് അവിടെ നിന്ന് വന്നതുകൊണ്ടാണ്. സോ അങ്ങനെ അദ്ദേഹത്തിന് ഓരോരോ സ്ഥലങ്ങളിൽ പോയി വേദിക് ആർഗ്യുമെന്റിൽ ഏർപ്പെട്ടിട്ട് അത് പരാജയപ്പെട്ട് കഴിയുമ്പോൾ ദേ വിൽ ഗിവ് എ സർട്ടിഫിക്കറ്റ്. അങ്ങനെ നമുക്കറിയാം കാശ്മീരി പണ്ഡിറ്റിനെ കുറിച്ചുള്ള കഥകളൊക്കെ ഇനി നമുക്ക് ചൈതന്യ ചരിതാമൃതത്തിൽ വരാനിരിക്കുന്നു. സോ അദ്ദേഹത്തിനെ കുറിച്ചൊക്കെ വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. അതുപോലുള്ള ഒരു ദിഗ്വിജയ് പണ്ഡിറ്റ് ഉണ്ടായിരുന്നു ആ രാജാവിന്റെ രാജകൊട്ടാരത്തിൽ. അങ്ങനെയായി അപ്പൊ ഈ രാജാവ് ഒരു വിളംബരം പ്രഖ്യാപിച്ചു. ആരാണോ ടാക്സ് തരാത്തത് അവര് ഈ ദിഗ്വിജയ് പണ്ഡിറ്റുമായിട്ട് ആർഗ്യുമെന്റ് നടത്തണം. അങ്ങനെ ആർഗ്യുമെന്റ് നടത്തി ടാക്സ് പേ ചെയ്യുന്നില്ല എങ്കിൽ യു ആർ സപ്പോസ് ടു ഗോ ആൻഡ് ആർഗ്യൂ. ബേസ് ചെയ്തിട്ടുള്ള ആർഗ്യുമെന്റ് നടത്തണം. അങ്ങനെ ആർഗ്യുമെന്റിൽ പരാജയപ്പെടുത്തിയാൽ തലവെട്ടും, ജയിച്ചു കഴിഞ്ഞാൽ ടാക്സ് പേ ചെയ്യണ്ട. സോ ദിസ് വാസ് എ കണ്ടീഷൻ. സോ അങ്ങനെ ടാക്സ് പേ ചെയ്യാത്തവരുടെ ലിസ്റ്റ് എടുത്തു. ആ ലിസ്റ്റ് എടുത്തപ്പോൾ യമുനാചാര്യൻ പഠിക്കുന്ന ഗുരുകുലത്തിലെ ആ ആചാര്യന്റെ ഗുരുവിന്റെ പേരും അതിലുണ്ടായിരുന്നു. സോ അങ്ങനെ അവര് വീടാന്തരം അല്ലെങ്കിൽ ആരൊക്കെയാണോ ടാക്സ് പേ ചെയ്യാത്തത് അവരുടെ എല്ലാം ഓരോരോ സ്ഥലങ്ങളിൽ പോയി സന്ദർശിച്ച് അങ്ങനെ അതുമായിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് അവര് പല ആൾക്കാരും അത് പേ ചെയ്യാൻ തയ്യാറാവുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പേ ചെയ്യും. കാരണം അല്ലെങ്കിൽ ഈ ഇദ്ദേഹവുമായിട്ട് ആർഗ്യുമെന്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് നിയർ ടു ഇമ്പോസിബിൾ ആണ് ജയിക്കുക എന്ന് പറഞ്ഞാൽ. അത്ര മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം. അങ്ങനെ അവസാനം അദ്ദേഹം ഈ രാജകൊട്ടാരത്തിലെ ദൂതന്മാര് ഈ ദിഗ്വിജയുമായിട്ട് ഈ യമുനാചാര്യൻ നിൽക്കുന്ന ആശ്രമത്തിൽ വന്നു. അങ്ങനെ ആശ്രമത്തിൽ വന്ന് ഡോർ നോക്ക് ചെയ്യും. ആ സമയത്ത് അവിടുത്തെ ആചാര്യൻ അടുത്ത വില്ലേജിൽ എവിടെയോ എന്തോ ആവശ്യത്തിന് വേണ്ടി പോയിരിക്കുകയായിരുന്നു. അടുത്ത വില്ലേജിൽ എന്തോ ആവശ്യത്തിന് വേണ്ടി പോവുകയോ അല്ലെങ്കിൽ ഭിക്ഷ യാചിക്കുന്നതിന് പോവുകയോ എന്തോ എന്നിവയെ അദ്ദേഹം ആശ്രമത്തിൽ ഇല്ലായിരുന്നു. അപ്പൊ ആശ്രമത്തിൽ ഇല്ലാത്ത സമയത്ത് യമുനാചാര്യൻ യമുനാചാര്യൻ വയസ്സാലോചിക്കണം, 5 or 7 വയസ്സാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പൊ അത്രയും ചെറുപ്രായത്തിലിരിക്കുന്ന സമയത്ത് ഇവരെല്ലാവരും രാജകൊട്ടാരത്തിൽ നിന്ന് എല്ലാ സൈനികന്മാരും എല്ലാവരും അവിടെ എത്തുമ്പോൾ അദ്ദേഹത്തിനോട് പറയും ഇന്നതുപോലെയാണ് കണ്ടീഷൻ. അപ്പം യമുനാചാര്യൻ കണ്ടീഷന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പറയും, എന്റെ ഗുരുനാഥൻ ഇവിടെ ഇല്ല, ഗുരുനാഥൻ ഇല്ലാത്ത അവസ്ഥയിൽ ഞാൻ വാഗ്വാദത്തിന് വരാൻ തയ്യാറാണ് എന്ന് യമുനാചാര്യൻ അവർക്ക് വാക്ക് കൊടുക്കും. സോ അപ്പോഴത്തേക്ക് ഇത് നാട് മുഴുവൻ പ്രസിദ്ധിയായി, വളരെ പ്രസിദ്ധിയായി. 7 വയസ്സുള്ള ഒരു ബാലൻ ഇത്രയും വലിയ പണ്ഡിതനുമായിട്ട് വാഗ്വാദത്തിൽ ഏർപ്പെടാൻ തയ്യാറാണ് എന്ന് ആ നാട് മുഴുവൻ പ്രശസ്തിയായി. ഇത് ഗുരുവിന്റെ കാതുകളിലും ചെന്നു. അപ്പോഴത്തേക്ക് ഗുരു ഓടി വന്നു, നീ എന്ത് പാപമാണ്, എന്ത് ഇതാണ് ചെയ്തത്, നീ എന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി നീ ഇത്രയും വലിയ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ത്യാഗം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നീ നിന്റെ ജീവൻ പോകും, നീ വെറും പിഞ്ചു ബാലനാണ്, എനിക്ക് പോലും അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ല, പിന്നെ നീ എങ്ങനെ തോൽപ്പിക്കാൻ സാധിക്കും? പറഞ്ഞു, ഗുരു, അങ്ങയിൽ നിന്ന് കിട്ടിയ ജ്ഞാനം എനിക്ക് ധാരാളം മതി, ഈ വാദത്തിൽ ഞാൻ ജയിക്കും, അങ്ങയുടെ മാനം ഞാൻ കാക്കും
എന്ന് യമുനാചാര്യൻ വളരെ കോൺഫിഡന്റ് ആയിട്ട് 7 വയസ്സുള്ള ബാലൻ, 7 വയസ്സ് മാക്സിമം ഞാൻ പറഞ്ഞു, 7 വയസ്സുള്ള ബാലൻ അത്ര കോൺഫിഡന്റ് ആയിട്ട് ഗുരുവിൽ നിന്ന് കിട്ടിയ ആ ജ്ഞാനം എനിക്ക് ധാരാളം മതി എന്ന് പറഞ്ഞ് ഗുരുവിന് തിരിച്ച് അദ്ദേഹം കോൺഫിഡൻസ് കൊടുക്കുന്നു. ഇതേസമയം നാട് മുഴുവൻ അത് പാട്ടായി, നാട് മുഴുവൻ പ്രശസ്തി, ഭയങ്കര ഒരു ടോക്കിംഗ് ഒരു സബ്ജക്റ്റായി, സംസാര വിഷയമായി മാറി. അങ്ങനെ എല്ലാവരും ചർച്ച ചെയ്തു. ഇത് രാജ്ഞിയുടെ ഹൃദയത്തിലും അല്ലെങ്കിൽ രാജ്ഞിയുടെ കാതുകളിലും ഈ സംസാരം ചെന്നു, ഈ വിഷയം ചെന്നു. അങ്ങനെ രാജ്ഞിയുടെ കാതുകളിൽ ചെന്നപ്പോ രാജ്ഞിക്ക് ഈ ബാലനോട് എന്തോ ഒരു പ്രത്യേക മമത, ഒരു വളരെ ഇഷ്ടം തോന്നി, വളരെ താല്പര്യം തോന്നി. അങ്ങനെ രാജാവും രാജ്ഞിയും തമ്മിൽ ഒരു തർക്കത്തിൽ ഏർപ്പെടുകയായി. രാജാവും രാജ്ഞിയും തമ്മിൽ തർക്കത്തിൽ ഏർപ്പെട്ട് അപ്പൊ രാജ്ഞി പറഞ്ഞു, ഈ ബാലൻ എന്തായാലും ഈ ബാലൻ ജയിച്ചിരിക്കും എന്ന് രാജ്ഞി വാദിച്ചു. രാജാവ് പറഞ്ഞു, ഒരിക്കലുമില്ല, എന്റെ കൊട്ടാരത്തിലെ എന്റെ വിദ്വാൻ അത്ര പണ്ഡിതനാണ്, അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് രാജാവ് വാദിച്ചു. അങ്ങനെ ഇവര് തമ്മിൽ വാദിച്ചത് തർക്കത്തിൽ ഏർപ്പെട്ടു. അവസാനം അതൊരു ബെറ്റിൽ ഏർപ്പെട്ടപ്പോൾ രാജാവ് പറഞ്ഞു, നീ പറയുന്ന ഈ ബാലൻ 7 വയസ്സുള്ള യമുനാചാര്യൻ എന്ന് പറയുന്ന അദ്ദേഹം ഈ തർക്കത്തിൽ ജയിച്ചാൽ, അല്ലെങ്കിൽ എന്റെ സദസ്സിലെ പണ്ഡിതനെ തോൽപ്പിക്കുകയാണെങ്കിൽ എന്റെ രാജ്യത്തിന്റെ പകുതി രാജ്യം ഞാൻ ആ ബാലന് കൊടുത്തിരിക്കുമെന്ന്, എന്റെ രാജ്യത്തിന്റെ പകുതി രാജ്യം ഈ ബാലന് കൊടുത്തിരിക്കും എന്ന് ഈ രാജാവ് പ്രഖ്യാപിക്കുകയാണ്. രാജാവ് രാജ്ഞിക്ക് വാക്ക് കൊടുത്തു. ഈ ന്യൂസ് പ്രദേശം മുഴുവൻ പാട്ടായി. അങ്ങനെ ഈ ആ രാജ്യം മുഴുവൻ ഇത് സംസാര വിഷയമായി. ഈ വാഗ്വാദത്തിന് ഡേറ്റ് ഫിക്സ് ചെയ്ത ദിവസമെത്തി. ഇന്ന് രാവിലെ 10 മണിക്ക് സപ്പോസ് സമയം ഫിക്സ് ചെയ്ത് ആ സമയത്ത് രാജകൊട്ടാരത്തിൽ വെച്ച് ഈ വാഗ്വാദം നടക്കാൻ പോവുകയാണ് എന്ന് നാട് മുഴുവൻ ഘോഷിച്ചു. എല്ലാവരും അറിഞ്ഞു. രാജ്യത്തിലെ എല്ലാ അംഗങ്ങളും, ആബാലവൃദ്ധം ജനങ്ങളും ആ സ്ഥലത്ത് കൂടി. കാരണം ഈ പിഞ്ചു പയ്യന്റെ വാഗ്വാദം എങ്ങനെയാണ് ഒന്നുകിൽ അദ്ദേഹത്തിന്റെ ശിരസ് പോകും, അല്ലെങ്കിൽ പകുതി രാജ്യത്തിന്റെ രാജാവായി മാറാൻ പോവുകയാണ്. സോ ആ ഒരു വലിയൊരു സംസാര വിഷയമായപ്പോൾ എല്ലാവരും അവിടെ തടിച്ചുകൂടി. അങ്ങനെ എല്ലാവരും തടിച്ചുകൂടി അവിടെ ഇരുന്ന് അപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാവരും വന്നു. രാജാവും രാജ്ഞിയും ഇദ്ദേഹത്തിന്റെ ഗുരുവും എല്ലാവരും വന്ന് അങ്ങനെ സമയം എത്തിയപ്പം യമുനാചാര്യനെ വിളിക്കാനായിട്ട് 2-3 ഭടന്മാർ ഈ ആശ്രമത്തിലേക്ക് ചെന്നു. അങ്ങനെ 2-3 ഭടന്മാർ ആശ്രമത്തിലേക്ക് ചെന്നപ്പോൾ യമുനാചാര്യൻ ഒരു വാക്ക് പറഞ്ഞു. ഏതൊരു നിലയിലും രാജസദസ്സിലെ പണ്ഡിതിനേക്കാൾ കുറവല്ല ഞാൻ വയസ്സിലും സൈസിലും ഒരുപക്ഷെ ചെറുതായിരിക്കാം, പക്ഷെ പാണ്ഡിത്യത്തിൽ ഞാൻ അദ്ദേഹത്തിനോട് ഏറ്റുമുട്ടാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ തുല്യരായിരിക്കണം. ഏത് നിലയിലാണോ ആ രാജസദസ്സിലെ പണ്ഡിതനെ ആനയിച്ചുകൊണ്ട് ആ വാഗ്വാദ വേദിയിലേക്ക് കൊണ്ടുവരുന്നുവോ അതേ രീതിയിൽ എന്നെയും കൊണ്ടുവരണം. വലിയൊരു കണ്ടീഷനാണ് വെച്ചത്. സോ അവര് രണ്ടുപേരും കൂടെ ഏറ്റുമുട്ടാൻ പോവുകയാണ്. അപ്പോ തുല്യര് തമ്മിലാണ് ഏറ്റുമുട്ടേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനേക്കാൾ ഒട്ടും കുറവല്ല. സോ എന്നെയും എത്രമാത്രം ആഡംബരത്തോടു കൂടിയാണോ ആ രാജസദസ്സിലെ പണ്ഡിതനെ വാദവേദിയിലേക്ക് കൊണ്ടുവരുന്നത് അതേ രീതിയിൽ എന്നെയും കൊണ്ടുവരും. ആനയും അമ്പാരിയും കുതിരയും പട്ടാളവും വലിയ ഘോഷയാത്രയും പല്ലക്കും. പയ്യൻ ആവശ്യപ്പെടും. എൻ്റെ അമ്മ കേൾക്കുന്നുണ്ട്, അമ്മ ചോദിക്കുന്നത് പയ്യൻ ആവശ്യപ്പെടും. അപ്പം യമുനാചാര്യൻ ആവശ്യപ്പെടുന്നു ഇങ്ങനെ അതേ രീതിയിൽ വേണം കൊണ്ടുവരാൻ. അങ്ങനെ യമുനാചാര്യനെ അതേ രീതിയിൽ പല്ലക്കിൽ കയറ്റി വലിയ ആഘോഷത്തോട്, വലിയ ഘോഷയാത്രയോടുകൂടി സദസ്സിലേക്ക് കൊണ്ടുവരികയാണ്. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ആ പണ്ഡിതനും എത്തുകയാണ്. അങ്ങനെ രണ്ടുപേരും മുഖാമുഖം വന്നു വാദം ആരംഭിക്കുകയായി. രാജാവിന്റെ വിളംബരത്തോടു കൂടി അല്ലെങ്കിൽ രാജാവിന്റെ അനുവാദത്തോടു കൂടി അവർ തമ്മിലുള്ള വാഗ്വാദം ആരംഭിച്ചു. ആദ്യം യമുനാചാര്യൻ ആ പണ്ഡിതനോട് പറഞ്ഞു, നിങ്ങൾ ചോദിച്ചു കൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പണ്ഡിതൻ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും 4 വേദങ്ങളിൽ നിന്നും, ഉപനിഷത്തുകളിൽ നിന്നും, പുരാണങ്ങളിൽ നിന്നും, വേദാന്ത സൂത്രങ്ങളിൽ നിന്നും, ഇതിഹാസങ്ങളിൽ നിന്നുമുള്ള ചോദിക്കാൻ സാധിക്കുന്ന എല്ലാ ചോദ്യങ്ങളും, മണിക്കൂറുകൾ നീണ്ട
ചോദ്യോത്തര വേളയിൽ ഒരു ഒരു ചോദ്യത്തിന് പോലും ഉത്തരം ഒരു ക്ഷണം പോലും വൈകാതെ യമുനാചാര്യൻ ഉരുളയ്ക്കുപ്പേരി എന്ന നിലയിൽ ഉത്തരങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു. ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുമ്പോൾ ആ സദസ്സിലെ പണ്ഡിതൻ വിയർക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് ഭയം, ഇത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്ഥിതി എന്താകും. അങ്ങനെ എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ കൊടുക്കുമ്പോൾ സന്തോഷിച്ചു തന്നിരുന്ന മറ്റൊരു വ്യക്തികളുണ്ട്. ആരാണ്? രാജ്ഞി. രാജ്ഞി അതെല്ലാം കേട്ട് വളരെ സന്തുഷ്ടയായിരുന്നു. അങ്ങനെ സന്തുഷ്ടയായിരുന്നു. രാജാവിനും വിയർത്തു തുടങ്ങി. കാരണം പകുതി രാജ്യം പോകുന്ന കേസാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് ചോദിക്കാനുള്ള ചോദ്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ പണ്ഡിതൻ പറഞ്ഞു, എന്റെ ചോദ്യം അവസാനിച്ചു, ഇനി നീ എന്നോട് ചോദിച്ചുകൊള്ളൂ എന്ന് പറയും. അപ്പൊ യമുനാചാര്യന് ചോദിക്കാനുള്ള അവസരമായി. യമുനാചാര്യൻ പറഞ്ഞു, ഞാൻ അങ്ങയോട് ഒരു ചോദ്യവും ചോദിക്കാൻ പോകുന്നില്ല. ഒരു ചോദ്യവും ഞാൻ അങ്ങോട്ട് ചോദിക്കില്ല. മറിച്ച് എനിക്ക് 3 കാര്യങ്ങൾ അങ്ങയോട് പറയാനുണ്ട്. ഞാൻ 3 കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറയും. അങ്ങയോട് പറയുമ്പോൾ ഞാൻ പറയുന്ന ഓരോ വാക്യങ്ങളും തെറ്റാണ് എന്ന് അങ്ങ് സ്ഥാപിക്കണം. ഞാൻ പറയാൻ പോകുന്ന 3 സ്റ്റേറ്റ്മെന്റ് തരും. 3 സ്റ്റേറ്റ്മെന്റ് തരികയുള്ളൂ. ആ 3 സ്റ്റേറ്റ്മെന്റും തെറ്റാണ് ഞാൻ പറഞ്ഞത് എന്ന് അങ്ങ് വാദിക്കണം, അങ്ങ് സ്ഥാപിക്കണം. അതാണ് അങ്ങയുടെ കർത്തവ്യം. അപ്പൊ അദ്ദേഹം വിചാരിച്ചു വളരെ ഈസി, അവൻ എന്ത് പറഞ്ഞാലും തെറ്റാണെന്ന് എനിക്ക് ഈസി ആയിട്ട് എനിക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും എന്ന അഹങ്കാരത്തോടു കൂടി ആ പണ്ഡിതൻ പറഞ്ഞു, ചോദിച്ചുകൊള്ളൂ, അല്ലെങ്കിൽ പറഞ്ഞുകൊള്ളൂ, നിന്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്റെ വാക്യങ്ങൾ പറഞ്ഞുകൊള്ളൂ എന്ന് പറയും. യമുനാചാര്യൻ വളരെ മന്ദഹാസത്തോടു കൂടി ആ കൂടിയിരുന്ന എല്ലാ സദസ്സിലെ ഓരോ മെമ്പേഴ്സിനും ആഹ്ലാദം പകരുന്ന മാത്രയിൽ അദ്ദേഹത്തിന് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയും, നമ്മുടെ രാജാവിന്റെ അമ്മ മച്ചിയല്ല, മച്ചിയാണ്. കൺഫ്യൂഷൻ ആവുന്നു. എന്റെ രാജാവിന്റെ അമ്മ മച്ചിയല്ല. അതായത് മച്ചി എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇല്ലാത്തവർ ആണ് മച്ചി എന്ന് പറയും, അതല്ലേ? ബാരൻ ലേഡി അല്ലെങ്കിൽ ഭാജ് എന്ന് പറയും ഹിന്ദിയിൽ. ബാരൻ ലേഡി എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇല്ലാത്ത സ്ത്രീയെയാണ് മച്ചി എന്ന് പറയുന്നത്. അപ്പോ നമ്മളുടെ രാജാവിന്റെ അമ്മ മച്ചി അല്ല എന്ന് ഞാൻ പറയുന്നു. അപ്പൊ മച്ചി അല്ല എന്ന് യമുനാചാര്യൻ പറയുമ്പോൾ എതിരുള്ള ആൾ അല്ലെങ്കിൽ പണ്ഡിതൻ എന്താണ് സ്ഥാപിക്കേണ്ടത്? മച്ചിയാണ് എന്നാണ് സ്ഥാപിക്കേണ്ടത്. അതെങ്ങനെ സാധിക്കും? അതായത് ഓൾറെഡി രാജാവിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ ഓൾറെഡി കുട്ടിയുണ്ട്, പുത്രനുണ്ട് ഓൾറെഡി. അപ്പൊ പുത്രനുള്ള ഒരു സ്ത്രീയെ എങ്ങനെയാണ് മച്ചി ആയിട്ട് സ്ഥാപിക്കുന്നത്? അപ്പോ അദ്ദേഹം ആകപ്പാടെ വിയർത്തു, ആലോചിക്കുകയാണ് എങ്ങനെ സ്ഥാപിക്കും. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അത് രാജാവിനൊരു മോശമാണ്. അത് രാജാവിന്റെ അമ്മ മച്ചിയാണെന്ന് ഞാൻ എങ്ങനെ സ്ഥാപിക്കും? രാജാവ് സ്വയം അവിടെ ഇരിക്കുന്നു, അപ്പൊ രാജാവിന്റെ അമ്മ എങ്ങനെ മച്ചിയാകുന്നത്? അപ്പൊ അദ്ദേഹത്തിന് ആകപ്പാടെ കൺഫ്യൂഷനായി. അദ്ദേഹത്തിന് കുറെ ആലോചിച്ചിട്ടും ഒരു രീതിയിലും ഉത്തരം കിട്ടുന്നില്ല. അപ്പോഴത്തേക്ക് വലിയ ആരവങ്ങളും ഒക്കെയായി ബഹളമായി സംസാരം ഉണ്ടാകുന്നു, വളരെ ആരവങ്ങൾ ഉണ്ടാകുന്നു സദസ്സിൽ നിന്ന്. അപ്പൊ യമുനാചാര്യനോട് പറഞ്ഞു, ഞാൻ തോറ്റു, എനിക്കിതിന് ആൻസർ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ, എനിക്കിത് സ്ഥാപിക്കാൻ സാധിക്കത്തില്ല, നീ പറഞ്ഞത് തെറ്റാണ് എന്ന് എനിക്ക് സ്ഥാപിക്കാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ യമുനാചാര്യൻ അദ്ദേഹത്തിന് ശാസ്ത്രത്തിന്റെ പ്രൂഫോടുകൂടി പറഞ്ഞു കൊടുക്കുകയാണ്. മനുസംഹിത പ്രകാരം ഒരു കുട്ടി മാത്രമുള്ള സ്ത്രീയെ മച്ചിയായിട്ട് കൺസിഡർ ചെയ്യണമെന്നാണ് മനുസംഹിതയിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ മനുസംഹിതയിലെ മനുസംഹിത എന്ന ഗ്രന്ഥത്തിലെ ശ്ലോകം കോട്ട് ചെയ്തുകൊണ്ട് യമുനാചാര്യൻ സ്ഥാപിച്ചു, അതായത് രാജാവിന്റെ അമ്മയ്ക്ക് രാജാവ് ഒരു പുത്രൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് മനുസംഹിത പ്രകാരം രാജാവിന്റെ അമ്മ മച്ചിയാണ്. കാരണം പുത്രൻ ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ കുട്ടികൾ ഇല്ലാത്തവർക്ക് തുല്യാണ് ഒരു കുട്ടിയുടെ അമ്മ എന്ന് മനുസംഹിത സ്റ്റേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് യമുനാചാര്യൻ അത് അദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക. അപ്പോഴത്തേക്ക് വലിയ ആരവം, മഹാറാണി ഉൾപ്പെടെ ആൾക്കാരെ കൈയടിച്ച് വളരെ അപ്രീഷിയേറ്റ് ചെയ്തു യമുനാചാര്യൻ. 7 വയസ്സുള്ള ഒരു ബാലൻ അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ വിജയശ്രീലാളിതനായി. ഇനി അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അതിലും കുറച്ചുകൂടി കഠിനമായതായിരുന്നു.
രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം പറയുന്നു, നമ്മളുടെ രാജാവ് പാപം ഒന്നും ചെയ്യാത്ത വളരെ പരിശുദ്ധനായ വ്യക്തിയാണ്. നമ്മളുടെ മഹാരാജാവ് പാപങ്ങളൊന്നും ചെയ്യാത്ത ഒരു പരിശുദ്ധനായ വ്യക്തിയാണ് എന്ന് ഞാൻ പറയുന്നു എന്ന് യമുനാചാര്യൻ സ്ഥാപിച്ചു, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അപ്പോ എതിരിലുള്ള ആൾ എന്താണ് പറയേണ്ടത്? നമ്മുടെ മഹാരാജാവ് പാപിയാണ് എന്നാണ്. പോയി കഴുത്തു പോകുന്ന രീതിയായി. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര ഭയമായി. കാരണം ഞാൻ എങ്ങനെ സ്ഥാപിക്കും നമ്മുടെ രാജാവ് ഒരു പാപിയാണ് എന്ന് എങ്ങനെ എനിക്ക് സ്ഥാപിക്കാൻ സാധിക്കും? ഒരിക്കലും സാധിക്കത്തില്ല. കാരണം അദ്ദേഹം നിയമത്തിന് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ ശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമായി ഒരു പ്രവൃത്തിയും ചെയ്യത്തില്ല. എല്ലാം ശാസ്ത്രത്തിന് വിധേയനായിട്ട് അല്ലെങ്കിൽ ശാസ്ത്രാനുഷ്ഠിതമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മഹാരാജാവാണ് നമ്മുടെ രാജാവ്. പറഞ്ഞ വാക്ക് അതുപോലെ പാലിക്കുകയും പ്രജകൾക്കും എല്ലാവർക്കും വളരെ ഹിതത്തോടു കൂടി ചെയ്യുന്ന, എല്ലാം വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മഹാരാജാവ്. മഹാരാജാവ് എങ്ങനെ പാപിയാണെന്ന് സ്ഥാപിക്കാൻ സാധിക്കും? അപ്പോൾ അവിടെ ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, നീ എന്താണ് പറയുന്നത്? നമ്മുടെ രാജാവ് ഒരിക്കലും എങ്ങനെയാണ് പാപിയാന്ന് പറയാൻ സാധിക്കും? നിനക്ക് എങ്ങനെ പറയാൻ സാധിക്കും? നിന്റെ തല വെട്ടും, നീയാണ് മഹാ അപരാധി, രാജാവിന്റെ സദസ്സിൽ നീ രാജാവിനെ അപമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരുപാട് ദേഷ്യപ്പെടാൻ തോന്നുന്നു. രാജാവ് പറഞ്ഞു, ശാന്തനാവൂ, നീ ആദ്യം പറഞ്ഞതിന് ഉത്തരം പറയൂ, അതല്ല എങ്കിൽ നീ സ്ഥാപിക്കൂ ഞാൻ പാപിയല്ല എന്ന്. ഓ, അദ്ദേഹം പറഞ്ഞു, എനിക്ക് സ്ഥാപിക്കാൻ സാധിക്കില്ല, അപ്പം പാപിയാണ് എന്ന് സ്ഥാപിക്കണം. ഇദ്ദേഹം പറഞ്ഞു, നമ്മുടെ രാജാവ് പരിശുദ്ധനാണ്, ഒരു പാപവും ചെയ്തിട്ടില്ല എന്ന് യമുനാചാര്യൻ വീണ്ടും പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതിലും ഞാൻ പരാജിതനാകുന്നു, പരാജയം സമ്മതിക്കുന്നു എന്ന് പറഞ്ഞു യമുനാചാര്യനോട്, നീ സ്ഥാപിക്കൂ ഇനി എങ്ങനെയാണ് നമ്മുടെ രാജാവ് പാപി. അദ്ദേഹം വീണ്ടും മനുസംഹിതയിൽ നിന്ന് ശ്ലോകം കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഒരു രാജ്യത്തെ രാജാവിന്റെ അല്ലെങ്കിൽ ആ രാജ്യത്തെ പ്രജകൾ ചെയ്യുന്ന പാപങ്ങളുടെ 1/6 തന്റെ രാജ്യത്തെ രാജാവിനാണ് പോകുന്നത്. ഓരോ പ്രജകളും ചെയ്യുന്ന പാപത്തിന്റെ 1/6 ചെല്ലുന്നത് രാജാവിനാണ്. അപ്പോൾ രാജ്യത്തിലെ പ്രജകളെല്ലാം ധാരാളം പാപം ചെയ്യുന്നവരാണ്. അപ്പൊ അവരുടെ എല്ലാവരുടെയും 1/6 രാജാവിന്റെ ശിരസിൽ ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു പാപിയാണ് എന്ന് വീണ്ടും യമുനാചാര്യൻ സ്ഥാപിക്കുകയാണ്. അപ്പൊ അവിടെയും അയാൾ തോറ്റു. മൂന്നാമത്തെ ചോദ്യം വരും. എനിക്ക് ഇപ്പം രാജാവിന്റെ 1/6 പാപത്തിനെ കുറിച്ച് പറയുമ്പോൾ വളരെ മനോഹരമായിട്ട് ഇസ്കോണിൽ ഒരു സ്റ്റോറി ഉണ്ട്. അത് ശാസ്ത്രമല്ല, ഇസ്കോണിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അത് ഞാൻ ഇതിന് ശേഷം പറയും, ഈ സ്റ്റോറിക്ക് ശേഷം പറയാം. ഈ സ്റ്റോറി ഇപ്പോഴെങ്കിലും തീരത്തില്ല. ഇത് വലിയൊരു യമുനാചാര്യന്റെ ലൈഫ് ലോങ് പോകുന്ന സ്റ്റോറിയാണ്. ഇത് കണക്റ്റഡ് ആണ്. സ്റ്റോറികളെല്ലാം ഇങ്ങനെ കണക്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ അവസാനം വരെ ഈ സ്റ്റോറി കണക്ട് ചെയ്ത് പോകുന്നതാണ്. പക്ഷെ നമുക്ക് നോക്കാം എവിടെ ചെല്ലും നോക്കാം. അപ്പൊ അങ്ങനെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലും അദ്ദേഹം പരാജയം സമ്മതിക്കുന്നു. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയാൻ ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം പറയുന്നത് അതിനേക്കാൾ കുറച്ചുകൂടി കാഠിന്യമേറിയ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അദ്ദേഹം പറയാൻ പോകുന്നത്. നമ്മളുടെ രാജ്ഞി പതിവ്രതയായ ഒരു സ്ത്രീയാണ് എന്ന് ഞാൻ പറയുന്നു. അത് ഏറ്റവും ഒരിക്കലും പറയാൻ വയ്യാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? നമ്മളുടെ രാജ്ഞി പതിവ്രതയായ ഒരു സ്ത്രീയാണ്. അപ്പോൾ അദ്ദേഹം എന്ത് പറയണം? മോശമായ സ്ത്രീയാണ് സ്ഥാപിക്കണം. ഇപ്പൊ രാജ്ഞി തൊട്ടു മുമ്പിലിരിക്കുന്ന രാജ്ഞിയെ എങ്ങനെയാണ് പറയുന്നത്? അതായത് പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ പിഴച്ചവളാണ് എന്ന് സ്ഥാപിക്കണം. ദാറ്റ്സ് എ വെരി റോങ് സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ വലിയ സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അദ്ദേഹം വിയർത്തുപോയി. പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. അറിയാമെങ്കിൽ പോലും അദ്ദേഹം എങ്ങനെ പറയും? കാരണം രാജ്ഞി തൊട്ട് മുമ്പിൽ നിൽക്കുന്നു. അപ്പൊ അങ്ങനെ 7 വയസ്സുള്ള ആ പിഞ്ചു ബാലന്റെ മുൻപിൽ ഇത്രയും പണ്ഡിതനായ വ്യക്തി വിറച്ചു പോവുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ വിയർത്ത് വരണ്ടുപോയത്. അതിന് ഒന്നും മിണ്ടാൻ വയ്യാത്തൊരവസ്ഥയിലായിപ്പോയി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത്രയ്ക്ക് ദേഷ്യത്തോടും സങ്കടത്തോടും കൂടി പറഞ്ഞു, നീ എന്താണ് എന്നെ കൊണ്ട് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? നമ്മുടെ രാജ്ഞി മോശമായ സ്ത്രീ ആണെന്നോ എന്നാണോ നീ പറയാൻ സ്ഥാപിക്കുന്നത് എന്ന് പറയുമ്പോൾ യമുനാചാര്യൻ പറയും, അതിനുത്തരം പറയാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ യമുനാചാര്യൻ വീണ്ടും ശാസ്ത്രത്തിൽ നിന്ന് ശ്ലോകം കോട്ട് ചെയ്തുകൊണ്ട് പറയും, ഒരു രാജ്യത്തെ രാജാവ് പ്രതിനിധീകരിക്കുന്നത് സൂര്യനെയും ചന്ദ്രനെയും ഇന്ദ്രനെയും വരുണനെയും അഗ്നിയെയും ഇങ്ങനെ 5ഓ 7ഓ ദേവന്മാരെയാണ് ഒരു രാജാവ് പ്രതിനിധീകരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മളുടെ രാജാവ് ഇത്രയും പേരെ പ്രതിനിധീകരിച്ച്
രാജ്യം ഭരിക്കുമ്പോൾ ആ രാജാവിന്റെ ഭാര്യ എന്ന് പറയുന്നതും ഇവരുടെ എല്ലാവരുടെയും ഭാര്യയാണ്. അങ്ങനെ ശാസ്ത്രപ്രകാരം പറഞ്ഞാൽ ഒന്നിൽ അധികം പുരുഷൻ ആണ് ഈ സ്ത്രീയുടെ ഭാര്യയെങ്കിൽ ആ സ്ത്രീയെ പ്യുവർ ആണ് എന്ന് കൺസിഡർ ചെയ്യാൻ സാധിക്കത്തില്ല എന്ന സ്റ്റേറ്റ്മെന്റ് കൂടി യമുനാചാര്യൻ വെക്കുന്നതോടുകൂടി ആ വ്യക്തി തോറ്റു അല്ലെങ്കിൽ തോൽവി സമ്മതിക്കുകയാണ് ചെയ്തത്. അപ്പോഴത്തേക്ക് വലിയ ആരവങ്ങളോടുകൂടി യമുനാചാര്യനെ എല്ലാവരും ഉയർത്തിപ്പിടിച്ച് അതിനേക്കാൾ ഏറ്റവും സന്തോഷവതിയായത് രാജ്ഞിക്കായിരുന്നു. രാജ്ഞിയാണ് ഏറ്റവും വലിയ സന്തോഷത്തോടു കൂടി പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് അടുത്തിരുന്ന് രാജാവിനോട് പറഞ്ഞു, നിങ്ങൾ ചെയ്ത വാക്ക് ഇനി പാലിക്കണം, നിങ്ങൾ പറഞ്ഞ വാക്ക് ഇനി പാലിക്കണം എന്ന് പറഞ്ഞ് രാജാവിനെ കൊണ്ട് ആ രാജ്യത്തിന്റെ പകുതി രാജ്യം യമുനാചാര്യന് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ യമുനാചാര്യൻ ആ പകുതി രാജ്യത്തിന്റെ രാജാവായിട്ട് വാണു. അങ്ങനെ രാജാവായിട്ട് വാണു. അതിന് രാജാവിന് വേണ്ട ട്രെയിനിങ് കാര്യങ്ങളെല്ലാം ഈ രാജകൊട്ടാരത്തിൽ അദ്ദേഹത്തിന് കൊടുത്തു. അതിനുശേഷം രാജാഭിഷിക്തനാക്കി. പറഞ്ഞു ആ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മനസ്സിലായോ എന്താണെന്ന്? മനസ്സിലായി. രാജ്ഞി പതിവ്രതയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിന് അദ്ദേഹം സ്ഥാപിച്ചത് ശാസ്ത്രത്തിലെ ഗ്രന്ഥത്തിലെ വേഴ്സസ് അല്ലെങ്കിൽ ശ്ലോകങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് യമുനാചാര്യൻ പറഞ്ഞു, ഒരു രാജാവ് എന്ന് പറയുന്നത് ഇന്ദ്രൻ, ചന്ദ്രൻ, വരുണൻ, അഗ്നി, വായു മുതലായ 5 7 ദേവന്മാരെ പ്രതിനിധീകരിക്കുന്നതാണ് ഒരു രാജാവ്. അങ്ങനെ ഒരു രാജാവ് എന്ന് പറഞ്ഞാൽ ആ രാജാവ് പ്രതിനിധീകരിക്കുന്ന ഇത്രയും 6 7 ദേവന്മാരെ പ്രതിനിധീകരിക്കുമ്പോൾ ആ രാജാവിന്റെ പത്നി എന്ന് പറയുമ്പോൾ ലോജിക്കലി സംസാരിക്കുമ്പോൾ ഈ 7 പേരുടെയും പത്നിയാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ പുരുഷന്മാരുടെ പത്നിയായ ആ സ്ത്രീ എങ്ങനെ പതിവ്രതയാകും എന്നാണ് യമുനാചാര്യൻ സ്ഥാപിക്കുന്നത്. ലോജിക്കലി ഇറ്റ്സ് നോട്ട് ദാറ്റ് ഷീ ഈസ് ഇംപ്യൂർ, ഷീ ഈസ് നെവർ ഇംപ്യൂർ, ഷീ ഈസ് വെരി പ്യൂർ ലേഡി. പക്ഷെ ലോജിക്കലി ഈ സ്റ്റേറ്റ്മെന്റ് പ്രകാരം നോക്കിയാൽ ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാരുള്ളവരാണ് ആ സ്ത്രീ. അതുകൊണ്ട് ആ സ്ത്രീ പ്യൂർ അല്ല എന്ന് യമുനാചാര്യൻ സ്ഥാപിക്കുകയാണ് ചെയ്തത്. മനസ്സിലായോ മാതാജി? ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ രാജ്ഞി പറഞ്ഞനുസരിച്ചിട്ട് രാജാവാകെ പകുതി രാജ്യം അദ്ദേഹത്തിന് കൊടുക്കുകയും പിന്നെ വേണ്ട ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്ത് സമയമായപ്പോൾ അദ്ദേഹത്തിനെ പകുതി രാജ്യത്തിന്റെ രാജാവായി അഭിഷിക്തനാക്കുകയും പിന്നെ രാജാവായി വാണ് പിന്നെ ഒരു പ്രോപ്പർ ക്ഷത്രിയനായി വന്നിട്ട് അടുത്തുള്ള രാജ്യങ്ങളിലെല്ലാം ആക്രമിച്ച് അവരുടെ രാജ്യമെല്ലാം വലിയ രാജ്യമാക്കി സാമ്രാജ്യമാക്കി മാറ്റി. അങ്ങനെ വളർന്നു വലുതായപ്പോൾ പക്ഷെ അദ്ദേഹത്തിന് പുറകിൽ നടന്ന യഥാർത്ഥ യമുനാചാര്യന്റെ എല്ലാ ക്വാളിറ്റിയും ഇല്ലാതാവുകയാണ് ചെയ്തത്. ഒരു ഭക്തൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു തികഞ്ഞ ജ്ഞാനി എന്ന നിലയിലുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം മറന്നുപോയി കംപ്ലീറ്റ്ലി മെറ്റീരിയലിസ്റ്റിക് ആയ ഒരു തികഞ്ഞ ക്ഷത്രിയ രാജാവിനെ പോലെ അദ്ദേഹം വാഴുകയാണ് ചെയ്തത്. അടുത്തത് നമുക്ക് അടുത്തൊരു അവസരം വരുമ്പോൾ പറയാം. അതിനുശേഷം എന്താണ് യമുനാചാര്യൻ സംഭവിച്ചത്, എങ്ങനെ യമുനാചാര്യൻ ഒരു വലിയ ഭക്തനായി മാറി എന്നുള്ളത് നമുക്ക് പിന്നീട് ഒരു സെഷനിൽ പറയാം. ഒരു സസ്പെൻസ് ആയിക്കൊള്ളട്ടെ. ഹരേ കൃഷ്ണ. സോ ഞാൻ മുമ്പ് പറഞ്ഞപ്പോ ഹരേ കൃഷ്ണ എല്ലാവരും കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സോ അത്ര വളരെ മനോഹരമായ അടുത്ത പാസ്റ്റ് ടൈം ഇതിനേക്കാൾ രോമാഞ്ചം വരുന്ന പാസ്റ്റ് ടൈമാണ്. അദ്ദേഹത്തിന്റെ എങ്ങനെയാണ് അദ്ദേഹം ഒരു തികഞ്ഞ ഭക്തനായി മാറിയത്, തികഞ്ഞ മെറ്റീരിയലിസ്റ്റിക് ആയുള്ള രാജാവായതിനു ശേഷം അദ്ദേഹത്തിനെ എങ്ങനെ ഈ വഴിക്ക് കൊണ്ടുവന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള സ്റ്റോറി നമുക്ക് പിന്നീട് ഒരു ദിവസം അവസരത്തിൽ പറയാം. സോ ഇവിടെ പറഞ്ഞപ്പോൾ ഞാൻ 1/6 അല്ലെങ്കിൽ 1/6 പോർഷൻ നമ്മൾ ചെയ്യുന്ന പാപം രാജാവിന് പോകുമെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇസ്കോണിൽ ഒരു കണക്ഷൻ ഉള്ള ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പറയട്ടോ അതോ നമ്മൾ ക്ലാസ്സിലേക്ക് നമ്മുടെ ശ്ലോകത്തിലേക്ക് പോകണോ? ഹരേ കൃഷ്ണ. ഇസ്കോണിലെ കാര്യം പറയും. വെരി ഗുഡ്. സോ ഇത് ദൂരെ എങ്ങും നടന്ന സംഭവമല്ല, നമ്മുടെ കോയമ്പത്തൂർ ടെമ്പിളിൽ നടന്ന സംഭവമാണ്. കോയമ്പത്തൂർ ക്ഷേത്രത്തില് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ആദ്യം നമ്മൾ ഒരു എത്ര 15-20 വർഷത്തോളമായിരുന്നു. 20 വർഷത്തോളമായിരുന്നു. 20 വർഷത്തിന് മേലെയായി ഇസ്കോൺ ടെമ്പിൾ. എൻ്റെ വൈഫിന് അറിയാം, ഷീസ് ഫ്രം കോയമ്പത്തൂർ. സോ 20 വർഷത്തിന് മേലെയായ സംഭവമാണ്. അപ്പൊ 20 വർഷത്തിന് മുമ്പ് ഇന്നുള്ള ഇസ്കോൺ ടെമ്പിൾ ഇല്ല ആയിരുന്നു നമുക്ക് ഇസ്കോൺ.
ഇസ്കോൺ റൺ ചെയ്തുകൊണ്ടിരുന്നത് സായിബാബ കോളനി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു റെന്റഡ് ഹൗസിലാണ്, അപ്പാർട്ട്മെന്റിലാണ്. ഒരു റെന്റഡ് അപ്പാർട്ട്മെന്റ് ആയിരുന്നു. അവിടെയാണ് നമ്മുടെ കംപ്ലീറ്റ് പ്രോഗ്രാം കേൾക്കുന്നില്ല പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, ഞാൻ മ്യൂട്ട് ചെയ്താണ്, അവിടെ കുറച്ച് ഡിസ്റ്റർബൻസ് വരുന്നു. സോ ജസ്റ്റ് സോറി ഫോർ ദാറ്റ്. സോ ഹരേ കൃഷ്ണ. അപ്പോൾ അങ്ങനെ അന്നത്തെ കാലത്ത്, അതായത് 22 വർഷങ്ങൾക്ക് മുൻപ് ഇസ്കോണിന്റെ പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നത് സായിബാബ കോളനി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു റെന്റഡ് അപ്പാർട്ട്മെന്റിലാണ്. അങ്ങനെ റെന്റഡ് അപ്പാർട്ട്മെന്റിൽ നമ്മുടെ ഇന്നത്തെ ഹിസ് ഹോളിനസ് ഭക്തി വിനോദ സ്വാമി മഹാരാജ്, അന്ന് അദ്ദേഹം സർവേശ്വരദാസ് പ്രഭു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അദ്ദേഹം അന്ന് അവിടെ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഒരു ഡിവോട്ടി ഓടി വന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു. അത് അദ്ദേഹം സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ടെമ്പിളിന് പറ്റിയ സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങും സ്ഥലം കിട്ടുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം ഒരു ഭക്തൻ ഓടി വന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, പ്രഭു അന്ന് പ്രഭുവാണ്, അതുകൊണ്ടാണ് ഞാൻ പ്രഭുവിനെ അഡ്രസ് ചെയ്യുന്നത്, സോറി, മഹാരാജനോട് പറയുകയാണ്, പ്രഭു ഒരു സ്ഥലം ഞാൻ കണ്ടു. ഏതാണ്ട് കുറെ ഏക്കർ സ്ഥലം, 10-16 ഏക്കർ സ്ഥലം മറ്റുണ്ട്. ആ സ്ഥലത്ത് ഒരു ഏരിയ മുഴുവൻ തുളസി മാത്രമാണ് ചെടി, അവിടെ ചെടികളായിട്ടുള്ളത്. വേറെ ഒരു ചെടി ഇല്ല, തുളസി മാത്രം. തുളസി മാത്രമൊക്കെ ബുഷി ഇത്രയുമുള്ള വേരോടുകൂടിയ, തടിയോടുകൂടിയ കുറ്റിച്ചെടിയായിട്ട് നിൽക്കുന്ന തുളസികളുടെ ഒരു വനം പോലെയാണ് അവിടെ. ആ സ്ഥലം വന്ന് നോക്കൂ, നമുക്ക് അത് വിൽക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ്, നമുക്ക് ഒരുപക്ഷെ അത് അമ്പലം പണിയാൻ നല്ല സ്ഥലമായിരിക്കും. കാരണം തുളസി വരണമെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ഥലത്തൊരു പുണ്യം ഉണ്ടാവണം. അതുകൊണ്ടപ്പോഴത്തേക്ക് അത് കേട്ട മാത്രമേ പ്രഭു, അന്നത്തെ മഹാരാജ് ഓടി ചെന്ന് പെട്ടെന്ന് എടുത്ത് വണ്ടി എടുത്തുകൊണ്ട് ഓടിച്ചെന്ന് അവിടെ ചെന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് കണ്ണഞ്ചിക്കുന്ന രീതിയിൽ കാണുന്ന സ്ഥലം, ആ സ്ഥലം മുഴുവൻ തുളസി കൊണ്ടുള്ള ബുഷ്. അപ്പോൾ കല്യാണത്തിന് ശേഷം, എന്റെ കല്യാണത്തിന് 2004 അപ്പൊ അതിന് മുമ്പ് നടന്ന സംഭവം. വൈഫ് അതിനുശേഷം പറയായിരുന്നു, വൈഫും വൈഫിന്റെ സെൽ മെമ്പേഴ്സ്, എന്റെ വൈഫ് ദിവ്യശ്രീ ദേവദാസി, അവരുടെ സെൽ മെമ്പേഴ്സും ഒക്കെ കൂടെ പോയിട്ടാണ് തുളസി ചെടി പറിച്ചത് അവിടെ. കാരണം ക്ഷേത്രം പണി കഴിപ്പിക്കുന്നതിന് വേണ്ടി തുളസി എല്ലാം പറിച്ച് മറ്റുള്ളവരെ കൊണ്ട് വെട്ടിച്ച് കളയുന്നത് ശരിയല്ലല്ലോ. അതിനുവേണ്ടി അവര് പിഴുതെടുത്ത് അത് പിന്നീട് അതിന്റെ സ്റ്റെം അതിന് കട്ട് ചെയ്യാനും അതിന് ആവശ്യങ്ങൾക്കായിട്ട് കത്തിക്കാനും ഒക്കെ അതിനായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് തുളസി അതിന്റെ ഇല ഭഗവാൻ ഓഫർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയും, അങ്ങനെ അതിനുവേണ്ടി പറിച്ചെടുത്ത് എന്റെ വൈഫും ടീമും കൂടെ ചെന്ന് അവരും മറ്റുള്ള ധാരാളം ആൾക്കാരും അവരെല്ലാവരും കൂടി ചെന്നിട്ടാണ് സർവീസ് ചെയ്തത്. അപ്പൊ അങ്ങനെ മഹാരാജ് ഉടൻ തന്നെ അസ്ട്രോളജറെ ആരെയോ ചെന്ന് കണ്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ 1000 വർഷങ്ങൾക്ക് മുൻപ് അവിടെ ഒരു വിഷ്ണു ക്ഷേത്രം ഉണ്ടായിരുന്നു അത്രേ. അപ്പൊ വിഷ്ണു ക്ഷേത്രം ഇരുന്ന സ്ഥലമാണ് അവിടെ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് സ്ഥലം എന്ന് പറഞ്ഞ മഹാരാജ് ഉടൻ തന്നെ ആ സ്ഥലം നമ്മുടെ ഇസ്കോണിനൊക്കെ എഴുതി മേടിച്ച്, അപ്പൊ അതിനുവേണ്ടി പിന്നെ അടുത്ത കൺസ്ട്രക്ഷൻ ആരംഭിക്കുന്നതിന് വേണ്ടി, അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് അതിനും 4-5 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടന്നത്. അപ്പൊ അതിനുശേഷം ക്ഷേത്രം പണി കഴിപ്പിക്കുന്നതിന് വേണ്ടി അവരാദ്യം കോർപ്പറേഷന്റെ പെർമിഷന് വേണ്ടി അപ്ലൈ ചെയ്തപ്പം അവരത് റിജക്ട് ചെയ്തു. കാരണം അതിനോട് ചേർന്ന് തന്നെ ഇന്ന് കൊഡീസിയ എന്ന് പറയുന്ന വലിയൊരു ഇൻഡസ്ട്രിയൽ എക്സിബിഷൻ സെന്ററോ മറ്റോ ആണ് അത്. അപ്പൊ അതിന്റെ കൺസ്ട്രക്ഷൻ അവിടെ സൈമൾട്ടേനിയസ്ലി നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എന്തോ പെർമിഷൻ കിട്ടില്ല, എന്തോ പ്രശ്നം ഉണ്ടായി. പക്ഷെ പെർമിഷൻ കിട്ടിയില്ലെങ്കിലും മഹാരാജ് ഓൾറെഡി ടെമ്പിൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ടെമ്പിൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓരോരുത്തരായിട്ട് ചെന്ന് കോർപ്പറേഷനിൽ നിന്ന് സ്റ്റേ ഓർഡർ കൊടുത്തു. സ്റ്റേ നമ്പർ 1, സ്റ്റേ നമ്പർ 2, സ്റ്റേ നമ്പർ 3. അതിന് എവിടെ എന്ത് നല്ല കാര്യം ചെയ്യാൻ പോയാലും ആൾക്കാരുണ്ടാവുമല്ലോ ഉടക്കാനായിട്ട്, അല്ലേ? അങ്ങനെ 7 മറ്റോ സ്റ്റേ ഓർഡർ നമുക്ക് അവിടെ കിട്ടിയത്. അവസാനം മഹാരാജ് എന്തായാലും ഭഗവാന്റെ നാമം വിളിച്ചുകൊണ്ട്, ഭഗവാന് ഗുരുമഹാരാജിന് പ്രണാമം അർപ്പിച്ച്, ഭഗവാനിലെല്ലാം അർപ്പിച്ചുകൊണ്ട് ടെമ്പിൾ കൺസ്ട്രക്ഷൻ അങ്ങ് ചെയ്തു. ടെമ്പിൾ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തപ്പോ കോർപ്പറേഷനിൽ നിന്ന് ഓർഡർ വന്നു, ഡിമോളിഷ് ദ ടെമ്പിൾ, ഡിമോളിഷ് ദ ബിൽഡിംഗ് ഡിമോളിഷ് ചെയ്ത് കളയണം എന്ന് പറഞ്ഞുകൊണ്ട് ഓർഡറുമായിട്ട് കോർപ്പറേഷൻ ഇസ്കോണിനെ സമീപിച്ചു. ആ സമയത്ത് എന്തോ ഭാഗ്യമെന്നോണം ഈ കൊഡീഷ്യ എന്ന് പറയുന്ന എക്സിബിഷൻ സെന്ററിന്റെയും കൺസ്ട്രക്ഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അവിടെ കംപ്ലീറ്റ് റെഡി ആയിട്ട് ഇനോഗ്രേഷനുള്ള സമയമായി. ആ ഇനോഗ്രേഷനുള്ള സമയമായപ്പോ ഒഡീഷ്യ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വാജ്പേയിയാണ് ഇനോഗ്രേഷനായിട്ട് അവർ ഇൻവൈറ്റ് ചെയ്തത്. സോ ഇത് തക്കം ബെസ്റ്റ് സമയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭക്തി വിനോദ് സ്വാമി മഹാരാജ് അല്ലെങ്കിൽ അന്നത്തെ സർവേശ്വരദാസ് പ്രഭു പ്രൈം മിനിസ്റ്റർക്ക് ഒരു ലെറ്റർ അയച്ചു.
ആ ലെറ്ററിനകത്തില് ഈ കാര്യം അദ്ദേഹം കോട്ട് ചെയ്തിട്ടാണ് അയച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുമായിട്ട് കാണിച്ച് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്. 1% രാജാവിനാണ് പോകുന്നത്, പ്രജകൾ ചെയ്യുന്ന പാപങ്ങളുടെ 1 രാജാവിനാണ് പോകുന്നത് എന്ന് ശാസ്ത്രത്തിലെ ശ്ലോകവും കോട്ട് ചെയ്തുകൊണ്ട്, അതുകൊണ്ട് ഇവരിനി നമ്മൾ ഇത്രയും കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ ഫോട്ടോ സഹിതം എല്ലാം എടുത്ത് പ്രൂഫായിട്ടെല്ലാം കാണിച്ചു കൊടുത്ത് ഇത്രയും കംപ്ലീറ്റ് ഒരു ടെമ്പിളിന് വേണ്ടി നമ്മൾ പണി കഴിപ്പിച്ച ഈ ബിൽഡിങ് പൊളിച്ച് കളയണമെന്ന്, ഡിമോളിഷ് ചെയ്യണം അല്ലെ പൊളിച്ച് കളയണമെന്ന് പറഞ്ഞിട്ട് ഉള്ള ഇൻസ്ട്രക്ഷൻ ആണ്. ഇവർ അതിന്റെ കോപ്പിയും എല്ലാം വെച്ച് കംപ്ലീറ്റ് ഒരു ഹിസ്റ്ററി, ഒരു നല്ലൊരു എല്ലാം ഇതായിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് അന്ന് സർവീശ്വാസ് അല്ലെങ്കിൽ ഭക്തിവിനോദ സ്വാമി മഹാരാജ് അന്ന് വാജ്പേയിക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ വാജ്പേയിക്ക് അയച്ചു കൊടുത്തു. താങ്കൾക്ക് സാധിക്കുമെങ്കിൽ ഈ കൊഡീസിയ ഇവിടുന്ന് 100 മീറ്റർ 50 മീറ്റർ അകലം മാത്രമാണുള്ളത്. അവിടെ ഇനാഗ്രേഷൻ വരുന്ന ദിവസം താങ്കൾക്ക് സാധിക്കുമെങ്കിൽ ഇവിടെയും വന്ന് ഇനാഗ്രേറ്റ് ചെയ്ത് തരണം എന്ന് ഹംബിൾ റിക്വസ്റ്റോട് കൂടി മഹാരാജ് അന്ന് വാജ്പേയിക്ക് ലെറ്റർ അയച്ചു. Within few days he got a confirmation Vajpayee is going to come for the inauguration. That's it, finished. അപ്പം യഥാർത്ഥത്തിൽ സനാതന ധർമ്മത്തിനെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് അറിയാം അതിന്റെ വാല്യൂ എത്രയാണ്. സോ വാജ്പേയി അത് എഗ്രി ചെയ്തു. അങ്ങനെ എഗ്രി ചെയ്തപ്പോ കോർപ്പറേഷൻ മഹാരാജന്റെ പുറകെ നടക്കുക, ഇതിന് എങ്ങനെയെങ്കിലും അപ്രൂവൽ മേടിക്കണം. അപ്രൂവൽ ഇല്ലാത്ത ഒരു ബിൽഡിങ്ങിന് എങ്ങനെയാ പ്രൈം മിനിസ്റ്റർ വന്നിട്ട് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്? സോ അവർ വന്ന് പുറകെ നടന്ന് മഹാരാജ് ഐ എം വെരി ബിസി, ഐ എം ടു ബിസി, ഐ ഹാവ് സോ മെനി തിങ്സ് ടു ഡു, എനിക്ക് സമയമില്ല, അവിടെ വന്ന് ആപ്ലിക്കേഷൻ തരാൻ സമയമില്ല. അവർ രജിസ്റ്ററും കൊണ്ട് ഇവിടെ വന്നു. അവർ രജിസ്റ്ററും കൊണ്ട് ഇസ്കോൺ ടെമ്പിളിൽ വന്നിട്ട് രജിസ്റ്റർ ചെയ്തിട്ടാണ് പോയത്. ദിസ് ഇസ് ദ പാസ്റ്റ് ടൈം, ദിസ് ഇസ് ദ ലോർഡ്സ് പാസ്റ്റ് ടൈം. ഭഗവാൻ അത്ര മനോഹരമായിട്ട് ആ രജിസ്ട്രാറെ ടെമ്പിളിൽ വരുത്തിച്ച് ഒപ്പ് മേടിച്ച് ആപ്ലിക്കേഷനിലെല്ലാം ഫില്ലപ്പ് എല്ലാം ചെയ്ത് ഇവിടെ വന്നിട്ട് അദ്ദേഹം അവിടെ പോയില്ല, കാരണം നമ്മൾ വെയിറ്റുണ്ട്. സോ അങ്ങനെ എല്ലാവരും ഇവിടെ വന്നിട്ട് ഒപ്പെല്ലായിട്ട് കംപ്ലീറ്റ് റെഡിയാക്കി. അങ്ങനെ വാജ്പേയി വന്നിട്ട്, വാജ്പേയി ഇന്നും നിങ്ങൾ അവിടെ ചെല്ലുകയാണെങ്കിൽ കോയമ്പത്തൂർ ടെമ്പിളിൽ പോവുകയാണെങ്കിൽ വാജ്പേയിയും ഗുരു മഹാരാജും ഭക്തിവിനോദ സ്വാമി മഹാരാജ് അല്ലെങ്കിൽ സർവേശ്വരാസ്തവുമായിട്ടൊക്കെ നിൽക്കുന്ന ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വാജ്പേയി ആണ് അത് ഇനോഗ്രേറ്റ് ചെയ്തത്. സോ ഐ ജസ്റ്റ് റീകളക്റ്റഡ്. സോ അത് എല്ലാവരും അറിഞ്ഞിരിക്കും. ഉണ്ടാവും പിന്നെ തീർച്ചയായിട്ടും ഫോട്ടോ ഉണ്ടല്ലേ? ഓക്കെ. സോ എന്റെ വൈഫ് ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ദേ ആർ വെരി ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ സർവീസ്. സോ ദിസ് ഈസ് ദ പാസ്റ്റ് ടൈം. അപ്പൊ അങ്ങനെ 1/6 പോർഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഗോസ് ടു ദ കിങ്. അപ്പൊ അങ്ങനെ ആ പാപം എന്തായാലും വാജ്പേയി അതിൽ നിന്ന് ഒഴിവാകുകയാണ്. സോ ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. സോ യമുനാചാര്യക്ക് ജയ്. സോ ഈ ഒരു പോർഷൻ കൂടെ നമുക്ക് അങ്ങ് തീർക്കാം. 91 വരെയുള്ള ആ പോർഷൻ നമുക്ക് ക്വിക്കായിട്ട് അങ്ങ് തീർക്കാം, കാരണം അത് വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഈ ഒരു മെയിൻ ശ്ലോകമാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിച്ചത്, 89ാമത് ശ്ലോകം. അതിനുശേഷം കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു, അസുര സ്വഭാവേ കൃഷ്ണേ പ്രകാഭൂനാഹി ജാനേ ലുകായീതേ നാരേ കൃഷ്ണ ഭക്തജനസ്ഥാനേ. ആ ആസുരിക സ്വഭാവികൾക്ക് ഒരിക്കലും കൃഷ്ണനെ അറിയാൻ കഴിയില്ല. അതുപോലെ പരിശുദ്ധ ഭക്തന്മാരിൽ നിന്ന് സ്വയം ഒളിക്കാൻ അവിടുന്നിനും കഴിയില്ല. ബ്യൂട്ടി നോ. കൃഷ്ണനെ ആസുരിക സ്വഭാവികൾക്ക് ഒരിക്കലും കൃഷ്ണനെ അറിയാൻ കഴിയില്ല. അതുപോലെ പരിശുദ്ധ ഭക്തന്മാരിൽ നിന്ന് സ്വയം ഒളിക്കാൻ അവിടുന്നിനും കഴിയില്ല. ഭഗവാനും അതിനൊരിക്കലും സാധിക്കില്ല. സോ രാവണനെയും ഹിരണ്യകശിപുവിനെയും പോലെ ഭഗവാനെ വെല്ലുവിളിക്കുന്ന അസുര സ്വഭാവം വളർത്തുന്നവർക്ക് ഒരിക്കലും അവിടുന്നിനെ അറിയാൻ കഴിയില്ല. പക്ഷേ ശ്രീകൃഷ്ണന് തന്റെ പരിശുദ്ധ ഭക്തന്മാരിൽ നിന്ന് ഒളിക്കാനുമാവില്ല. ദൗഭൂതസർഗൗ ലോകേസ്മിൻ ദൈവ ആസുര ഏവ ച വിഷ്ണു ഭക്ത സ്മൃതോ ദൈവ ആസുരസ്തദ്വിപര്യയ. സൃഷ്ടിക്കപ്പെട്ട ലോകത്തിൽ 2 തരം മനുഷ്യരുണ്ട്. ഒന്ന് ആസുരീയരും മറ്റേത് ദൈവീകരും. വിഷ്ണു ഭക്തന്മാർ ദൈവീകരാണ്, അതിന് നേരെ വിപരീതരാണ് ആയവർ ആസുരീയമെന്ന് വിളിക്കപ്പെടുന്നു. ശ്രീല പ്രഭുപാദരുടെ ഭാവാർത്ഥം. സോ പെട്ടെന്ന് നമുക്ക് ഇതൊന്ന് വായിക്കാം. വി ഹാവ് 3-4 minutes more. പത്മപുരാണത്തിൽ നിന്നുള്ള ശ്ലോകമാണിത്. വിഷ്ണു ഭക്തർ അഥവാ കൃഷ്ണാവബോധത്തിലുള്ള ഭക്തന്മാർ ദേവന്മാരെന്ന് അറിയപ്പെടുന്നു. ഈശ്വരനിൽ വിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ സ്വയം ഈശ്വരൻ എന്ന് പ്രഖ്യാപിക്കുന്ന നാസ്തികർ ആസുരന്മാരാണ്. അസുരന്മാർ എല്ലായ്പ്പോഴും ഭൗതിക ദ്രവ്യ വിഭവങ്ങളെ ഇന്ദ്രിയ ആസ്വാദനത്തിന് ഉപയോഗിക്കാനുള്ള മാർഗങ്ങൾ ആരാഞ്ഞ് നാസ്തികങ്ങളായ ഭൗതിക കർമ്മങ്ങളിൽ വ്യാപൃതരാകുന്നു. വിഷ്ണു ഭക്തന്മാരും സക്രിയരാണ്, പക്ഷേ ഭക്തിയുത സേവനത്തിലൂടെ ഭഗവാനെ സംതൃപ്തപ്പെടുത്തുകയാണ് അവരുടെ ലക്ഷ്യം.
വിപ്ലവമായി രണ്ട് വിഭാഗങ്ങളും ഒരേപോലെ കർമ്മം ചെയ്യുന്നതായി തോന്നിയേക്കാം. പക്ഷേ അവബോധത്തിലുള്ള വൈപരീത്യം അവരുടെ പ്രവൃത്തികൾ വിപരീതങ്ങളാണ്. അസുരന്മാർ അവരുടെ സ്വന്തം ഇന്ദ്രിയ സുഖത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഭക്തന്മാർ പരമോന്നതമായ ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇരു കൂട്ടരും മനസാക്ഷിയോടെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ അവരുടെ മനസ്സിൽ ഇരിപ്പുകൾ വ്യത്യസ്തമാണ്. സോ ഇത് വളരെ വളരെ സ്പഷ്ടമാകുന്ന, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ലൈനാണിത്. ഇരു കൂട്ടരും മനസാക്ഷിയോടെയാണ് പ്രവർത്തിക്കുന്നത്, പക്ഷെ അവരുടെ മനസ്സിൽ ഇരിപ്പുകൾ വ്യത്യസ്തമാണ്. സോ ഒരാൾ തന്റെ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി ചെയ്യുമ്പോൾ മറ്റൊരാൾ ഭഗവാൻ പ്രീതിക്ക് വേണ്ടി ചെയ്യുകയാണ്. അതാണ് കൃഷ്ണ കോൺഷ്യസ്നെസ് എന്ന വാക്കിന്റെ ഇമ്പോർട്ടൻസും അവിടെയാണ്. സോ only consciousness matters, not the action matters. എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്നുള്ളതല്ല, അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. സോ നമ്മൾക്കും പല ആൾക്കാർ കാണാം, പല ആൾക്കാർ രാവിലെ കുളിച്ചു കഴിഞ്ഞ് ഭഗവാൻ ഒരു ധൂപം കാണിച്ച് ദീപമൊക്കെ കാണിച്ചിട്ടൊക്കെ ആയിരിക്കും അവർ മറ്റു പ്രവൃത്തികൾ ചെയ്യുന്നത്. പക്ഷെ the purpose they are doing is for their own satisfaction, അല്ലെങ്കിൽ their own. പല ആൾക്കാരും ഒരു ഭയം കൊണ്ടാണ് ചെയ്യുന്നത്. ഞാൻ പല ക്ലാസ്സിൽ പറയാറുണ്ട്, കേരളത്തില് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഭയഭക്തിയാണ് എല്ലാവർക്കും. സോ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ദോഷമാകുമോ? കാരണം എനിക്ക് ഓഫൺ ഐ ഗെറ്റ് ക്വസ്റ്റ്യൻ, പലപ്പോഴും എനിക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ഓഫർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം, വീട്ടിൽ ചെറുതായിട്ട് ഓഫറിങ് സ്റ്റാർട്ട് ചെയ്യണം, ഒരു ഗ്ലാസ് പാലോ എന്തെങ്കിലും പഴമോ എന്തെങ്കിലും സ്വീറ്റ് പായസം ഒക്കെ വെക്കുകയാണെങ്കിൽ ഓഫറിങ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ, നമ്മൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ നമ്മളുടെ തലമുറക്കാർ ചെയ്തില്ലെങ്കിൽ അത് അവർക്ക് ദോഷമാവില്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതിന് അവരുടെ കാര്യം നോക്കും, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കും, ആദ്യം നമ്മുടെ കാര്യം നോക്കാം, അതിനുശേഷം മറ്റുള്ളവരുടെ കാര്യം നോക്കാം. അതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, ഉദ്ദേശമെങ്കിൽ നിങ്ങൾ അവരെ കൂടെ എപ്പോഴേ ട്രെയിൻ ചെയ്യിക്കൂ. സോ പ്രാക്ടീസ് ദം, മേക്ക് ദം പ്രാക്ടീസ് ഓർ മേക്ക് ദം ട്രെയിൻ ടു ഡു ദാറ്റ്. ദിസ് എ ക്വസ്റ്റ്യൻ. ഇത് അപ്പം നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ അപ്പം കൃഷ്ണാവബോധ പ്രസ്ഥാനം ദേവന്മാർ അഥവാ ഭക്തന്മാർക്ക് വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടുള്ളതാണ്. അസുരന്മാർക്ക് കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ കഴിയില്ല. കൃഷ്ണാവബോധത്തിലുള്ള ഭക്തന്മാർക്ക് ആസുരിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനും കേവലം ഇന്ദ്രിയ പ്രീണനത്തിന് വേണ്ടി പൂച്ചകളെയും നായ്ക്കളെയും പോലെ കർമ്മം ചെയ്യാനും കഴിയില്ല. അത്തരം കർമ്മം കൃഷ്ണാവബോധത്തിലുള്ളവരെ ആകർഷിക്കുകയില്ല. ഭക്തന്മാർ കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിക്കാൻ തങ്ങളെ തന്നെ യോഗ്യരായി നിർത്തുന്നതിന് വേണ്ടുന്ന ലളിതമായ ജീവിത ആവശ്യങ്ങൾ മാത്രമേ സ്വീകരിക്കാറുള്ളൂ. ശേഷിക്കുന്ന ഊർജങ്ങൾ എല്ലാം അവർ കൃഷ്ണാബോധം വളർത്തുവാനാണ് വിനിയോഗിക്കുന്നത്. അത്തരം കൃഷ്ണാബോധം വഴി ഒരുവനെ സദാസമയവും വിശിഷ്യ മരണവേളയിലും കൃഷ്ണസ്മരണ ചെയ്ത് കൃഷ്ണധാമം പോകുവാൻ സാധിക്കും. സോ അങ്ങനെ ഒരു ഭഗവാനെ ആശ്രയിച്ച് ഇരിക്കുന്ന ഒരുവനെ സംബന്ധിച്ച് പറയുകയാണ് എങ്കിൽ അദ്ദേഹത്തിന് ഒരു രീതിയിലും അവസാന സമയത്ത് ഭഗവാനെ ഓർക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനേക്കാൾ മനോഹരമായിട്ട് വരാഹപുരാണത്തില് ഒരു ശ്ലോകമുണ്ട്. ഞാൻ ആ ശ്ലോകം എടുത്തോട്ടെ, അതിൽ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. യതി വദന്തി ദോഷേന, അതായത് ഏതെങ്കിലും കാരണത്താൽ, അപ്പൊ ഇപ്പൊ ഇതിൽ പറയുന്നത് അങ്ങനെ ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരും, നമ്മൾ ഭഗവാന് വേണ്ടി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, അതായത് അഡീഷണൽ ശക്തി ഒന്നും അനാവശ്യമായ കാര്യങ്ങൾക്ക് ചെലവാക്കത്തില്ല. സോ വാട്ട് എവർ ടൈം ആൻഡ് എനർജി ആൻഡ് എല്ലാം റിസോഴ്സസ് അദ്ദേഹത്തിനുണ്ടോ അത് ഭഗവത് സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് മരണസമയത്ത് ഭഗവാനെ ഓർക്കാൻ സാധിക്കും എന്ന് ഈ പർപ്പോട്ടിൽ ചില പ്രഭുപാദ് പറയുമ്പോൾ ഭഗവാൻ സ്വയം പറയുന്നുണ്ട്. യതി വദന്തി ദോഷേന. ഒരു മിനിറ്റ്, ഞാൻ ശ്ലോകം നിർത്തോട്ടെ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അതായത് ഏതെങ്കിലും അവസാന സമയത്ത് നമുക്ക് ഒരു മിനിറ്റ്, ഞാൻ ജസ്റ്റ് ഹോൾഡ് ഓൺ. So just 1 minute, I'll get the shloka. So അതിൽ പറയുന്നത് ഏതെങ്കിലും കാരണവശാൽ ശാരീരിക വൈഷമ്യം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ദോഷങ്ങൾ കാരണം, അല്ലെങ്കിൽ അസുഖങ്ങൾ കാരണം, അല്ലെങ്കിൽ പോരായ്മകൾ കാരണം നിനക്ക് എന്നെ ഓർക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, if you are not able to remember me at the time of your death, Krishna says, I will remember you. That's very മനോഹരമായ ഒരു ശ്ലോകമാണത്. I'm not able to get it. I think some internet problem. Yadi vadanti doshena.
ഹരേ കൃഷ്ണ പ്രഭു. മാതാജി പറഞ്ഞേ. ഓ പ്രഭു, പിന്നെ നമ്മുടെ പത്തപ്പാവൻ പ്രഭുവിന്റെ മദർ ഇൻ ലോ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അപ്പൊ എല്ലാരും മാതാജിക്ക് ഒരു സിവിയർ ന്യൂറോ സർജറി കഴിഞ്ഞു മെനഞ്ഞാന്നായിരുന്നു. അപ്പൊ എല്ലാരും മാതാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മാതാജി നമുക്ക് ക്ലാസ് എടുക്കുന്ന ആളാണ്, രാവിലെയും വൈകിട്ടൊക്കെ നമുക്ക് ക്ലാസ് എടുക്കുന്ന ഡിവോട്ടിയാണ്. വൃന്ദാവനേശ്വരി മാജി അറിയായിരിക്കും. നമ്മുടെ ക്ലാസ് ഒക്കെ കഴിയുമ്പോ മാജി സംസാരിക്കാറുണ്ട്. അതെയോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ മാതാജി കുറച്ച് ന്യൂറോയുടെ ഒരു പ്രശ്നമായിട്ട് സർജറി കഴിഞ്ഞിട്ട് ഞാനിപ്പോ ഹോസ്പിറ്റലിൽ ഉണ്ട്. മാജിയുടെ കൂടെ 2 ദിവസമായിട്ടും ഉണ്ട് ഇവിടെ. അപ്പം ബാക്ക് ടു റിക്കവറിംഗ് ആണ്. എന്നാലും എല്ലാരും പ്രാർത്ഥിക്കണം മാജിക്ക് വേണ്ടി. ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും നമുക്ക് ഒരു പ്രാവശ്യം ഹരേ സേവിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. സോ ശ്ലോകം എന്ത് ചെയ്യും? ഹരേ കൃഷ്ണ. ഹരേ താങ്ക് യു കൃഷ്ണ. പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. സോ ഈ ശ്ലോകം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. സോ ചരമശ്ലോകമാണോ? ഇത് വരാഹ പുരാണത്തിലെ യതി വദന്തി ദോഷേണ മത് ഭക്തോ മാം ന ചസ്മരേത് അഹം സ്മരാമി മത് ഭക്ത നയാമി പരമാഗതിം. സോ ഇഫ് മൈ ഡിവോട്ടി ഈസ് അണേബിൾ ടു റിമെമ്പർ മീ അറ്റ് ദ ടൈം ഓഫ് ഡെത്ത് because of disturbances felt within the body at that time, then I shall remember my devotee and take him back to Godhead. Krishna's promise. So നമ്മൾ എപ്പോഴും ശ്രമിക്കുന്നത് we should remember him. That's actually it's very difficult. It's very difficult. It's not at all easy to remember him. കാരണം നമുക്ക് 42,000 സ്കോർപിയോൺസ് ഒരുമിച്ച് കടിക്കുന്ന വേദനയാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. So in that pain, how we'll be able to remember him? So ആ സമയത്ത് നമുക്ക് ഒരുപാട് ഡിസ്റ്റർബൻസസ് ഉണ്ടാവാം. ബട്ട് കൃഷ്ണ ഈസ് പ്രോമിസിങ് യതി വദന്തി ദോഷേന മത്ഭക്ത, എന്നെ ഓർക്കാൻ സാധിക്കത്തില്ല, പല കാരണങ്ങളാൽ സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ഭക്തനെ ഓർക്കും. ദാറ്റ് ഈസ് വാട്ട് വി ഷുഡ് വർക്ക് ഫോർ. ദാറ്റ് ഈസ് വാട്ട് വി ഷുഡ് വർക്ക് ഫോർ. നമ്മൾ അതിനുവേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. വി ഷുഡ് ഗെറ്റ് ഹിം നോട്ടീസ്ഡ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ അദ്ദേഹം ശ്രദ്ധിക്കുന്ന വിധത്തിൽ നമ്മൾ പ്രവർത്തനം ചെയ്യണം. ദാറ്റ് ഈസ് വാട്ട് വി ഷുഡ് ലുക്ക് ഫോർ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ശ്രീ ചൈതന്യം ചരിതാമൃതം കി ജയ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. 5 മിനിറ്റ് ലേറ്റ് ആയി. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ക്യാൻ യു ജസ്റ്റ് ആർക്കെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഇതേ ശ്ലോകം തന്നെ ഭഗവത്ഗീതയിലുണ്ടെന്ന് തോന്നുന്നു അല്ലെ പ്രഭു? ഇതിന്റെ മീനിങ് വരുന്നത് നോ ഭഗവത്ഗീതയില്ല, ഇത് വരാഹ പുരാണത്തിലാണ്. ഈ ശ്ലോകം ഒരിക്കലും ഭഗവത്ഗീതയിൽ വരില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാജി പ്രഭു വളരെ സൂപ്പർ ആയിരുന്നു, ഗംഭീരമായിരുന്നു. ശ്ലോകവും കൊള്ളാം, യമുനാചാര്യന്റെ ആ ലീലകളും വളരെ മനോഹരം. പ്രഭു വളരെ നന്ദി പ്രഭുജി, വളരെ നല്ല ക്ലാസ്സിന് വളരെ നന്ദി. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. രണ്ടാം ഭാഗം ഉടനെ പ്രതീക്ഷിക്കുന്നു പ്രഭു കഥയുടെ. സസ്പെൻസ് ആയിക്കോട്ടെ മാതാജി, പറഞ്ഞുതരാം. തീർച്ചയായിട്ടും പറഞ്ഞുതരാം. വളരെ മനോഹരമായ ബാക്കി പാസ്റ്റ് പറയാം തീർച്ചയായിട്ടും. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു.